माधव माधवा जयो कुंज बिहारी जयो राधा माधवा जयो कुंज बिहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदनंदना जय ब्रजनरंजना जय यशोदनंदना जय ब्रजनरंजना जय यमुना तीरवनचारी जय कुंज बिहारी जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्णा हरे राम हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्णा हरे राम जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमयी जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमयी जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरानिता जय गौरानिता गौरानिता जय गौरानिता जय गौरानिता जय गौरानिता गौरानिता जय गौरानिता जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय गुरुदेव हरिनाम संकीर्तन महायज्ञ की जय हरिनाम संकीर्तन युग धर्म की जय श्रील प्रभुपाद की जय श्रील गुरुदेव की जय गौरव प्रमाणिते हरि बोल श्रीमद् भागवतम भक्तिदा पठन यज्ञ की जय ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് എത്രാമത്തെ ശ്ലോകത്തില്? 21 അല്ലേ?
21ഉം 22ഉം ശ്ലോകം ശ്രീല പ്രഭുപാദർ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കിന്ന് തുടങ്ങാം. കഴിഞ്ഞ റെഗുലർ ആയിട്ട് എല്ലാ ക്ലാസ്സിലും വന്നവരൊന്ന് കൈപ്പറ്റിട്ട് ഇതുവരെ മുടങ്ങാത്തവർ ആരുമില്ല അല്ലേ? സാരം നിങ്ങൾ ലിങ്ക് ഉണ്ട് യൂട്യൂബിൽ എല്ലാം അപ്ലോഡഡ് ആണ്. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. അയ്യോ, ലിങ്ക് ഉണ്ട്, നമുക്ക് അയച്ചു തരാം. അഭയചരണം TV എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഇന്ന് വരെ ഇവിടെ എടുത്ത ക്ലാസ് എല്ലാം അപ്ലോഡഡ് കേട്ടോ. ശരി, നമുക്ക് തുടങ്ങാം. അഭയചരണം TV എന്നാണ് ചാനലിന്റെ പേര് കേട്ടോ. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന വാച. അർജുന വാച. സേനയോർഭയോർമധ്യേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. രഥം സ്ഥാപയമേച്യുതാ. യാവദേതാനിരീശേഹ. യാവദേതാനിരീശേഹ. യോതുകാമാനവസ്ഥിതാ. യോതുകാമാനവസ്ഥിതാ. കൈർമയാ സഹ യോദ്ധവ്യാ. കൈർമയാ സഹ യോദ്ധവ്യാ. അസ്മിൻ രണസമുദ്യമേ. അസ്മിൻ രണസമുദ്യമേ. അർജുന ഉവാച. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. യാവദേതാനിരീശേഹ. യോതുകാമാനവസ്ഥിതാ. കൈർമയാ സഹ യോദ്ധവ്യാ. അസ്മിൻ രണസമുദ്യമേ. ആരെങ്കിലും ഒരാൾ വായി. അർജുന വാച. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. യാവദേതാനിരീശേഹ. യോതുകാമാനവസ്ഥിതാ. കൈർമയാ സഹ യോദ്ധവ്യാ. അസ്മിൻ രണസമുദ്യമേ. ഒരാൾ കൂടെ വായിച്ചോളൂ. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ.
യാവദേതാനിരീക്ഷേഹം യോതുകാമാനവസ്ഥിതാൻ യൈർമയാ സഹ യോദ്ധവ്യാ അസ്മിൻ രണതമോദ്യമേ. വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, അച്യുത അച്യുത അസ്മിൻ രണസമുദ്യമേ, ഈ യുദ്ധാരംഭത്തിൽ, മയാ എന്നാൽ, കൈസഹ ആരോടുകൂടെ, യുദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു, താൻ അവരെയും, യോതുകാമാൻ യുദ്ധമിച്ഛിച്ച്, അവസ്ഥിതാൻ നിരന്നു നിൽക്കുന്നു, ഏതാൻ ഇവരെയും, ഈ ജനങ്ങളെയും, അഹം ഞാൻ, യാവാത് നിരീക്ഷേ നോക്കിക്കാണുന്നതുവരെ, ഉഭയോ സേനയോ രണ്ടു സൈന്യങ്ങളുടെയും മധ്യേ നടുവിൽ, മേരഥം എന്റെ തേര്, സ്ഥാപയ നിർത്തുക. ഞാൻ പറയുന്നത് ഏറ്റു പറയുക. വിവർത്തനം. ഹേ അച്യുത, അതായത് ച്യുതി അഥവാ, പറയൂ, ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർ കൊണ്ടു നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്നു ഞാനെന്ന് കാണട്ടെ. ഒന്നുകൂടി വായിക്കാം. ഹേ അച്യുത, ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർ കൊണ്ടു നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഭാവാർത്ഥം യേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കീ ജയ്. ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായിട്ടും അഹേതുകമായ കരുണയാൽ സുഹൃത്തിനെ സേവിക്കാൻ ഒരുങ്ങി. ഭക്തന്മാരോടുള്ള അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. അതുകൊണ്ട് ഇവിടെ അച്യുത എന്ന് പേര് ഉപയോഗിക്കപ്പെട്ടു. തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ വൈമൂഹ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ, അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു. തന്റെ ഭക്തന്റെ സാരഥിയാകാൻ സമ്മതിച്ചതുകൊണ്ട് കൃഷ്ണന്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഏതു നിലയിലും അദ്ദേഹം പരമ ദിവ്യ ഉത്തമ പുരുഷനാണ്. സർവേന്ദ്രിയങ്ങൾക്ക് ഈശ്വരനുമാണ് ഋഷികേശൻ. ഭഗവാനും എന്റെ ഭക്തനുമായുള്ള ബന്ധം ഭഗവാനും തന്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവുമത്രേ. ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിന് ഒരുക്കമാണ്. കൃഷ്ണനാകട്ടെ ഭക്തന് ഏതു വിധമെങ്കിലും സഹായമരുളാൻ ഒരവസരം പ്രതീക്ഷിച്ചു കൊണ്ടുമിരിക്കുന്നു. ഭക്തന്മാരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ ശുദ്ധ ഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. അദ്ദേഹം പ്രഭുവായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നീങ്ങുന്നു. ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരുമില്ല. ഒരു സാഹചര്യത്തിലും ശുദ്ധി സംഭവിക്കാത്ത പ്രഭുവാണെങ്കിലും ഒരു ശുദ്ധഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യ അനുഭൂതി അനുഭവിക്കുന്നു.
ഉന്നത ഭക്തനെന്ന നിലയിൽ അർജുനന് തന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ദുര്യോധനന്റെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒരു ഒത്തുതീർപ്പിനും വഴി കാണാതെ വന്നതുകൊണ്ട് അദ്ദേഹം അതിന് പ്രേരിതനായെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നോട്ട് നിൽക്കുന്നത് ആരെല്ലാം എന്നറിയാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠ കാട്ടിയത്. പോർക്കളത്തിൽ എത്തിയതിനു ശേഷം ഒരു ഒത്തുതീർപ്പിന്റെ പ്രശ്നമേ ഇല്ല എങ്കിലും അവരെ എല്ലാം ഒന്നുകൂടി കാണാനും അനാവശ്യമായ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് അറിയാനും അർജുനൻ ആഗ്രഹിച്ചു. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഹന രഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷാഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനി ഗൗർദിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വഞ്ചകൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണ പ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുദായ കൃഷ്ണപ്രഷ്ടായ ബുധരേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത ഭക്തമേത ശ്രീ പ്രജാരണേ ലോകതാരണേ ശ്രീ മഹാവിഷ്ണു ഗോസ്വാമി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള മനോഹരമായ അധ്യായത്തിൽ 21, 22 ശ്ലോകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ശ്ലോകം പറയുന്നത് ആരാണ്? അർജുനൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അർജുനൻ പറയുകയാണ്, ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു. എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു? അച്യുത. അതാണ്. എങ്ങനെ? അതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന് വ്യത്യസ്ത നാമങ്ങളുണ്ട്. ഈ വ്യത്യസ്ത നാമങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വച്ചതല്ല. വ്യത്യസ്ത നാമങ്ങൾ അവരുടെ അച്ഛനും അമ്മയും ഏതോ വെച്ചിട്ടുള്ളൂ? കൃഷ്ണൻ എന്നേ വെച്ചിട്ടുള്ളൂ. പക്ഷെ നാട്ടുകാർ വിളിക്കുന്നത് പല പേരുകളിലാണ്. അങ്ങനെ വ്യത്യസ്ത പേരുകൾ ഉണ്ടെങ്കിൽ ആ പേരിനെ നമ്മൾ എന്ത് പറയും? വട്ടപ്പേര്. അതാണ്. അപ്പോ നമുക്ക് ഒരു വട്ടപ്പേര് വന്നാൽ വളരെ മോശപ്പെട്ട വട്ടപ്പേരായിരിക്കും നമ്മളെ ആൾക്കാർ വിളിക്കുന്നത്, അല്ലെ? ഏറ്റവും തറ ആയിട്ടുള്ള പേരുകളായിരിക്കും നമ്മളെ വിളിക്കുന്നത്. പക്ഷെ ഭഗവാൻ കൃഷ്ണനെ ആരും തറയായിട്ട് ഒരു പേര് ഇട്ടിട്ടില്ല. ഇട്ടതെല്ലാം ഒന്നിനൊന്നിന് നല്ല ഗംഭീര പേരുകളാണ്. അദ്ദേഹത്തിന്റെ നമുക്കൊരു വട്ടപ്പേര് വന്നാൽ അത് എങ്ങനെയായിരിക്കും? നമ്മുടെ സ്വഭാവത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള പേരായിരിക്കും, നമ്മുടെ പ്രവർത്തനത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള പേരായിരിക്കും, അല്ലെ? ഇദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ് ആൾക്കാർ പേരിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവവും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനവും കണ്ടാണ് ഇദ്ദേഹത്തിന് വ്യത്യസ്ത പേര് നാട്ടുകാരിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്വഭാവവും നമ്മുടെ പേരും മോശമായത് കൊണ്ടാണ് നമ്മുടെ പേരും എങ്ങനെ ആയിപ്പോയത്? മോശം പേരായത്. ഇട്ടവരുടെ തെറ്റല്ല കേട്ടോ. അതാണ് സാധാരണ സ്വഭാവം അനുസരിച്ചാണ് വട്ടപ്പേര് വരുന്നത്, അല്ലെ? അപ്പൊ വട്ടപ്പേര് മോശമായി പോയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ സ്വഭാവം മോശം. പിന്നെ അതുപോലെ നമ്മുടെ പ്രവർത്തനം നോക്കി വട്ടപ്പേരിടാറുണ്ട്. നമ്മുടെ വട്ടപ്പേര് മോശമാണ് എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മുടെ പ്രവൃത്തിയും
മോശമാണ്. എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണന് കിട്ടിയ വട്ടപ്പേരെല്ലാം മനോഹരം, ഒന്നിനൊന്നിന് അടിപൊളി. എന്തുകൊണ്ടായിരിക്കും കാരണം? ഒന്ന് നല്ല സ്വഭാവമാണ്, രണ്ട് നല്ല പ്രവൃത്തിയാണ്. ഈ രണ്ട് കാരണങ്ങളാൽ അദ്ദേഹത്തിന് കിട്ടിയ പേരെല്ലാം നല്ല ഒന്നൊന്നര പേര്, ഗംഭീര പേര്. സഹസ്രനാമം വായിക്കുന്നവരുണ്ടോ? വിഷ്ണു സഹസ്രനാമം. അപ്പൊ സഹസ്രനാമമുണ്ട് ആർക്ക്? ഭഗവാന് സഹസ്രനാമമുണ്ട്. ആയിരക്കണക്കിന് ലീലകളും ആയിരക്കണക്കിന് ചെയ്തികളും ഭഗവാന്റെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളും കണ്ട ആൾക്കാർ ആയിരക്കണക്കിന് പേര് ഭഗവാനെ ഇട്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഭഗവത്ഗീത മാത്രം എടുത്ത് നോക്കിയാൽ ഭഗവാൻ എത്ര നാമങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, കൃഷ്ണന്റെ നെയിം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞു, 68 നാമങ്ങൾ കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. 68 വ്യത്യസ്തമായ പേരുകളിലൂടെ കൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ 68-ൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഒന്നാണ് കേട്ടോ. 21 എന്നുള്ള സ്ഥലത്ത് അച്യുത എന്നുള്ള പേര് എഴുതിയിരിക്കുന്നു. ഇൻഫാളിബിൾ ലോർഡ് ഹു നെവർ fails in his affection for his devotee. അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ ആത്മബന്ധത്തിൽ ഒരിക്കലും ഭഗവാൻ വിട്ടുവീഴ്ച ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അച്യുതൻ എന്ന് പറയുന്നത്. അച്യുതൻ എന്നുള്ള വാക്ക് മാത്രം വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഭഗവാന്റെ ഒരുപാട് ലീലകൾ, ഭഗവാന്റെ ഒരുപാട് ചെയ്തികൾ നമുക്ക് ഭഗവാന്റെ കൃപയാൽ ചർച്ച ചെയ്യാൻ കഴിയും. അത്രയ്ക്കും ഭഗവാൻ ഒരിക്കലും വീഴ്ച പറ്റാത്ത ഒരു വ്യക്തിയാണ്. നമുക്ക് എന്തേ പറ്റൂ? വീഴ്ചയെ പറ്റും. നമ്മളെ ഭരിക്കുന്ന ഗവൺമെന്റ് എന്തേ പറ്റുന്നുള്ളൂ? വീഴ്ചയെ പറ്റുന്നുള്ളൂ അല്ലെ? അപ്പോ ഭഗവത്ഗീത പറയുന്നുണ്ട്, 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 2 തരം പുരുഷന്മാരുണ്ട്. മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് തെറ്റ് പറ്റുന്നവരും ഒന്ന് തെറ്റ് പറ്റാത്തവരും. തെറ്റ് പറ്റുന്നവർ ആരാണ്? ജീവാത്മാക്കൾ, നമ്മളെല്ലാം. തെറ്റ് പറ്റാത്തവരാണെന്ന് വെച്ചാൽ മുക്താത്മാക്കൾ. എന്നാൽ ഈ ഭൗതിക ലോകത്തിൽ മുക്താത്മാക്കളും നമ്മളെ പോലെ വന്ന് പിറക്കുന്നുണ്ട്. പക്ഷെ അവരിവിടെ വന്നിരിക്കുന്നത് നമ്മളെ പോലെ നമ്മുടെ പൂർവ്വജന്മം ചെയ്ത പാപഫലങ്ങൾ അനുഭവിക്കാനല്ല. പകരം ഫലങ്ങൾ അനുസരിച്ച് പാപങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരെ നേർവഴിക്ക് കാണിക്കാനാണ് മുക്താത്മാക്കൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഒരുപോലാണോ? അല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, എവിടെയെല്ലാം ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നുവോ, എവിടെയെല്ലാം അധർമ്മം തഴച്ചു വളരുന്നുവോ അവിടെയെല്ലാം ധർമ്മ സംരക്ഷണത്തിനായി ഞാൻ യുഗം തോറും വീണ്ടും വീണ്ടും അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ എല്ലാ സമയത്തും ഭഗവാൻ സ്വയം പൂർണ്ണ ശക്തിയോടുകൂടി വരില്ല. പകരം ഒരു നിശ്ചിത ശക്തി കൊടുത്ത് ഒന്നുകിൽ ഒരു അവതാരങ്ങളെ അയക്കും. അതുമല്ല എങ്കിൽ ഭഗവാൻ സ്വയം ഒരു അവതാരമായിട്ട് തന്നെ വരും. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ജീവാത്മാവിനെ കുറച്ച് ശക്തി കൊടുത്ത്, ശക്തിവേഷ അവതാരം എന്നാണ് അങ്ങനെ പറയുന്നത്, അവരെ ഇങ്ങോട്ട് അയക്കും. അപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു രക്ഷകൻ അവതരിക്കുന്നത് ആരുടെ റെപ്രസെന്റേറ്റീവ് ആണ്? ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. മനസ്സിലായില്ലേ? ഭഗവത്ഗീത ഭഗവാൻ പറയുന്നുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഇന്നത് ഞാനാണ്, മനുഷ്യരിൽ രാജാവ് ഞാനാണ്, അല്ലെ? ഇങ്ങനെ ഭഗവാൻ എല്ലാത്തിലും ഒരു റെപ്രസെന്റേറ്റീവ്, ഇത് ഞാനാണ്, ഇത് ഞാനാണ് ഭഗവത്ഗീതയിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെ ഈ റെപ്രസെന്റേറ്റീവിനെ അയക്കുന്ന പണി ആര് ചെയ്യുന്നത്? ഭഗവാൻ ചെയ്യും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയെങ്കിലും ഒരു ദോഷം നടക്കുമ്പോൾ ആ ദോഷത്തിനെ എതിർത്ത് അതിനെ തോൽപ്പിച്ച് അവിടെ ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഒരാൾ അവതരിക്കുന്നുണ്ടെങ്കിൽ അത് ആരയച്ചു കൊടുത്ത ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ത്? ഭൗതിക പറയുന്നുണ്ട്, അധർമ്മം തയ്ച്ചു വളരുമ്പോൾ ഞാൻ അവിടെ അതിനെ ശരിയാക്കാൻ വേണ്ടി ആളെ വിടുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം സ്വയം വരും. ആരെ അയക്കാൻ വേണ്ടിയില്ല, ഞാൻ തന്നെ വരുന്ന. ഭഗവാൻ അങ്ങനെ എല്ലാ കാര്യത്തിലും നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? സർവന്റ് ഇല്ലാത്ത വ്യക്തിയാണോ? അല്ല. അല്ലെ? ലോകമേ ആരാണ് അദ്ദേഹത്തിന് സേവിക്കുന്നത്? ലക്ഷ്മി സഹസ്ര, എത്ര? ലക്ഷ്മി സഹസ്ര കണക്കിന് ലക്ഷ്മിമാരാണ് ആരെ സേവനം ചെയ്യുന്നത്? ഭഗവാന്. നമുക്കൊരു ലക്ഷ്മിയുടെ ഒരു കടാശം കിട്ടിയാൽ നമ്മൾ കോടീശ്വരനാണ്. കോടീശ്വരന്മാർക്ക് സേവകന്മാരുടെ കുറവുണ്ടോ? ഇല്ല. എന്നാൽ ഈ സഹസ്രകണക്കിന് ലക്ഷ്മിമാര്, ഭാഗ്യദേവതമാര് ആരുടെ സേവനം ചെയ്യുകയാണ്? ആരുടെ? അത് ഏത് സേവനമാണ്? ലക്ഷ്മിയുടെ മെയിൻ സേവനം ഏതാണ്? നിങ്ങൾ ഏതെങ്കിലും ലക്ഷ്മി നാരായണനും കൂടെ നിൽക്കുന്നത് കാലിലാണ്. അപ്പൊ പാദം അമർത്തി കൊടുക്കുന്ന ജോലി ആരാണ് ചെയ്യുന്നത്? ലക്ഷ്മി ദേവിയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന് സർവന്റിനെ വല്ല കുറവുണ്ടോ? മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് സഹസ്ര ലക്ഷ്മിമാരാണ് സേവനം ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഭഗവാന് വ്യത്യസ്ത നാമങ്ങളുണ്ട്. ഈ ഓരോ നാമത്തിന്റെയും പുറകെ ഓരോ കഥകൾ നമുക്ക് പറയാൻ പറ്റും. വെറുതെ വട്ടപ്പേര് വന്നാൽ അതിനൊരു കാരണം കൂടെ കാണുമല്ലോ എന്നതുപോലെ ഭഗവാന് ഓരോ ഭൗതികതയിൽ തന്നെ 68 ദിവ്യമായ നാമങ്ങൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഈ ഓരോ നാമത്തിനും നമുക്ക് ഓരോ കഥകളും ചരിത്രങ്ങളും പാസ്റ്റ് ടൈംസും
ലീലകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടും. അതിൽ അച്യുത എന്നുള്ള വാക്കിനർത്ഥം ഭഗവാൻ ഒരിക്കലും ചുതി പറ്റും. അത് ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ അടുത്തതിലേക്ക് പോവാം. ഹേ അച്യുത, ചുതി അഥവാ വീഴ്ച പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർ കൊണ്ട് നിർത്തുക. ആരെയൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണും. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിലൊന്ന് ഹേ അച്യുത എന്ന് എന്തുകൊണ്ട് പറഞ്ഞു. അതിൽ ആദ്യം പറയാം, നമ്മുടെ ലൈഫില് നമ്മളെല്ലാം വിവിധ റോള് അഭിനയിക്കുന്നവരാണ്. അഭിനയിക്കുന്നവരല്ല, നമുക്ക് വിവിധ റോൾ ഉണ്ട്. ഉദാഹരണത്തിന് ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ, അച്ഛന് ഞാനൊരു മകനാണ്, അമ്മയ്ക്ക് ഞാനൊരു മകനാണ്, സഹോദരിമാർക്ക് ഞാനൊരു സഹോദരനാണ്, അല്ലെ? എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഭർത്താവാണ്, മകൾക്ക് ഞാനൊരു അച്ഛനാണ്, എന്റെ കൂട്ടുകാർക്ക് ഞാൻ നല്ലൊരു സുഹൃത്താണ്, എന്റെ ബോസിന് ഞാൻ നല്ലൊരു സർവന്റ് ആണ്, എന്റെ സബോർഡിനേറ്റ്സിന് ഞാൻ നല്ലൊരു ബോസ് ആണ്, അല്ലെ? സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഞാൻ അത്യാവശ്യം ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് എന്നൊക്കെ നമുക്ക് പറയാം. പറഞ്ഞൂടെ? ഇതില് നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ? കണ്ട, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് രണ്ടെണ്ണം സാക്രിഫൈസ് ആണല്ലോ. ഈ സാക്രിഫൈസ് ആർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല? ഒരു സാക്രിഫൈസ് പറയുമ്പോൾ ഏതോ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് 100% നമ്മൾ ചെയ്തില്ല. ഇപ്പൊ ഭാര്യയെ കല്യാണം കഴിച്ചതോടുകൂടി അമ്മയോടുള്ള സഹവാസം കുറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കുറവ് ആർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ചുതി ആർക്ക് പറ്റിയിട്ടില്ല? കൃഷ്ണൻ പറ്റിയിട്ടേ ഇല്ല. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. പോരാഞ്ഞിട്ട് നമുക്കൊക്കെ ഒരു ഭാര്യയെ കെട്ടിയപ്പോയെ നമുക്ക് 9 തുല്ല് വിളിച്ചു, 9 ചുതി പറ്റി കേട്ടോ. 9 റോള് വേണ്ടെന്ന് വെച്ചിട്ട് നല്ല ഭർത്താവ് മാത്രം ആവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാന് ഒരു ഭാര്യ അല്ല, 16,108 ഭാര്യമാര് ഇരിക്കെ ഒരിടത്തും തെറ്റുപറ്റി. എല്ലായിടത്തും 100% മാർക്കോട് കൂടി അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളെല്ലാം കറക്റ്റ് നിർവഹിക്കും. അപ്പോ മനസ്സിലായ? ചുതി എന്ന് പറഞ്ഞാൽ ആർക്ക് പറ്റുന്നു, ആർക്ക് പറ്റുന്നില്ല? കൃഷ്ണന് പറ്റുന്നില്ല, ചുതി പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാല് നമ്മൾ അത്ഭുതപ്പെടും. യഥാർത്ഥത്തിൽ കൃഷ്ണന് ഒരു ഭാര്യയുടെ കൂടെ 1 സെക്കൻഡ് പോലും ഭഗവാൻ അടുത്ത് നിന്ന് മാറി നിന്നിട്ടില്ല. എല്ലാ ഭാര്യമാരുടെ ഫ്രണ്ടിലും അടുത്ത് ആരുണ്ടായിരുന്നു? അല്ലല്ല, 16,108 ഭാര്യമാർ തന്നെയാണ്. 16,108 കൊട്ടാരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. 16,108 ഭാര്യമാരിലും ഓരോ ഭാര്യമാരിലും 10 പുത്രന്മാരുണ്ടായിരുന്നു, ഒരു പുത്രിയും ഉണ്ടായിരുന്നു. കഥയല്ല, സത്യമാണ്. ശ്രീമദ് ഭാഗവതത്തില് 10ാമത്തെ കാൻഡോയില് ഇതെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. ഇത് സങ്കല്പമല്ല. ഇത് സങ്കല്പമാണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നാരദൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. എന്നിട്ട് നാരദൻ അതിനെ പറഞ്ഞിട്ടുമുണ്ട്. ഇത് 16,108 അടുത്ത് പോയപ്പോ 16,108 കൃഷ്ണനും ഉണ്ടായിരുന്നു. ആണ് അതൊക്കെ ആണ്. അതെങ്ങനെന്ന് വെച്ചാല് 16,108 പ്രധാനപ്പെട്ട 16,100 ആണെന്ന് തോന്നുന്നു. സംഖ്യ എനിക്ക് ചെക്ക് ചെയ്യണം. 16,000 എന്തായാലും ഉണ്ട്. അതിന്റെ കൂടുതൽ എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. അത്രയും ആൾക്കാരെ ഒരു അസുരന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. ആ അസുരൻ അപഹരിച്ചുകൊണ്ട് പോയി കൂട്ടിയിട്ട് താമസിപ്പിച്ചു. അപ്പോ ആ അസുരനെ ഭഗവാൻ വന്ന് കൊന്നതിന് ശേഷം ഈ പെൺകുട്ടികളെല്ലാം മോചിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളെ ആരുപേക്ഷിച്ചു? ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചു. ഞങ്ങൾക്ക് ഇനി തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഞങ്ങളിപ്പോ വയ്യാതരമായിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു അഭയം വേണം, ഒരു പുരുഷന്റെ സപ്പോർട്ട് വേണം, കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? 16,108 ഭഗവാൻ സ്വയം വിസ്തരിച്ചു. എന്നിട്ടാണ് ഓരോരുത്തരും കല്യാണം കഴിച്ചത്. മനസ്സിലായോ? അപ്പൊ ഒരേ സമയത്ത് 16,108 കൃഷ്ണനും ഉണ്ടായിരുന്നു. ഒരു കൃഷ്ണൻ മതിൽ ചാടി 16,108 മതിൽ ചാടിയതല്ല. മനസ്സിലായില്ല? അതാണ് വ്യത്യാസം. അപ്പൊ നമുക്ക് ഒരിക്കലും വിസ്തരിക്കാൻ പറ്റൂല. ഭഗവാൻ വിസ്തരിക്കാൻ പറ്റും. 16,108 കൃഷ്ണനും ഉണ്ടായിരുന്നു, 16,108 കൊട്ടാരം ഉണ്ടായിരുന്നു, 16,108 ഭാര്യമാരുടെ കൂടെ ഇന്ന് 1 സെക്കൻഡ് പോലും ഒരിക്കലും ഭഗവാൻ മാറി നിന്നിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കും. ഇതിൽ എവിടെ ഉണ്ട്? ശ്രീമദ് ഭാഗവതം 10ാമത്തെ കാൻഡോയിൽ ഇതിന്റെ വിവരണങ്ങളുണ്ട്. നാരദ മഹർഷി ഭഗവാനെ കാണാൻ വേണ്ടി ദ്വാരകയിൽ പോയപ്പോ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഇത് സങ്കല്പമല്ല. അതായത് സങ്കല്പം എന്ന് പറയുന്നത് ഈ നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളെ നമുക്ക് 4ആയി അതിനെ എന്ത് ചെയ്യാൻ പറ്റും?
പ്രധാനമായും അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. പൊതുവേ ഉള്ള വ്യാഖ്യാനങ്ങളായിട്ട് 4 പറയാം കേട്ടോ. അതിൽ ഒന്നാണ് അദ്വൈതം. എന്താ അദ്വൈതം? അതിൽ ഒന്നാണ് അദ്വൈതം. രണ്ടാമത് ദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായ? ദ്വൈതം എന്ന് പറഞ്ഞാൽ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഭഗവാന് നമ്മൾ ഒന്നാണ്, ഒരുമിച്ച് ചേരും എന്നുള്ളതാണ് പറയുന്നത്. ആ ദ്വൈതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സെപ്പറേറ്റ് ആണ്, നമ്മളും സെപ്പറേറ്റ് ആണ്. നമ്മള് ആത്മാവാണ്, ഭഗവാൻ പരമാത്മാവാണ്. രണ്ടും ഒന്നല്ല, രണ്ടാണ് എന്നാണ് അത് പറയുന്നത്, ദ്വൈതം പറയുന്നത്. പിന്നെ പിന്നെ ഒരു തത്വം എന്ന് പറഞ്ഞാല് എന്തോ ഒരു വാക്ക് പറയും, അത് ഞാൻ മറന്നുപോയി. അദ്വൈതം, ദ്വൈതം, സർവ എന്തോ ഒരു വാക്ക് പറയും, അങ്ങനെ ഒന്നുകൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് അചിന്ത ഭേദ അഭേദം. അചിന്ത ഭേദ അഭേദ തത്വം. പ്രധാനമായിട്ടും 4 ഉണ്ട്. ഒന്നില് അദ്വൈതം, ഒന്ന് ദ്വൈതം, ഒന്ന് ശ്രേഷ്ഠ അദ്വൈതം എന്ന് അങ്ങനെ എന്തോ പറയും, ശ്രേഷ്ഠ ദ്വൈതം എന്ന് അങ്ങനെ എന്തോ പറയും, അതൊന്ന്. പിന്നെ ഒന്ന് അചിന്ത ഭേദ അഭേദം. അല്ല, ഒന്നായിട്ട് പറയാം. അദ്വൈതം എന്ന് പറയുന്നത് ഭഗവാനും നമ്മൾ ഒന്നാണെന്നും മുക്തിക്ക് ശേഷം നമ്മൾ ഭഗവാനായിട്ട് ലയിക്കുമെന്നുമാണ് പറയുന്നത്. അത് നമ്മൾ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭഗവാന്റെ ജ്യോതിസിൽ പോയി നമ്മൾ ലയിക്കുമെന്നാണ് പറയുന്നത്. അത് 5 തരം മുക്തികളിൽ ഏറ്റവും തരംതാണ മുക്തിയാണ്. ആ മുക്തി കിട്ടിയ ആള് പോലും ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. 5 തരം മുക്തി പറയുന്നുണ്ട്. അതിൽ ഈ ഒരു മുക്തിക്ക് മാത്രമേ പതനമുള്ളൂ, വേറൊരു മുക്തിക്കും പിന്നെ ഭൗതിക ലോകത്തിൽ വരേണ്ടതില്ല. അതുകൊണ്ട് അദ്വൈതം എന്തല്ല, പൂർണ്ണമല്ല. അതുകൊണ്ട് അദ്വൈതം പൂർണ്ണമല്ലാത്തത് കൊണ്ട് അത് ഫോളോ ചെയ്യരുതെന്നാണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അദ്വൈതത്തിന്റെ ആൾ ആരെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള ഏകദേശം എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യുന്നത് അദ്വൈതമാണ്. മനസ്സിലായ? അത് ശങ്കരാചാര്യരുടെ സമ്പ്രദായമാണ്. അത് യഥാർത്ഥത്തിൽ അതിനെ കുറിച്ചുള്ള ബാക്ക് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ പത്മപുരാണത്തിൽ ശങ്കരാചാര്യരാണെന്ന് ആരെന്ന് പറയുന്നുണ്ട്. ശങ്കരാചാര്യർ ആരാണ്? മഹാദേവന്റെ അവതാരമാണ്. അദ്ദേഹത്തിന്റെ അവതാരത്തിന്റെ ഉദ്ദേശം എന്തെന്നും പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശം? വേദങ്ങളിൽ നിന്ന് മനുഷ്യരെ വഴിതെറ്റിക്കുകയാണ് ശങ്കരാചാര്യരുടെ ഉദ്ദേശം. എന്തിനാണ്? അത് കലിയിലുള്ള ആധിക്യം, സ്പീഡ് കൂട്ടി സത്യയുഗത്തിന് വരുത്താൻ വേണ്ടി ചെയ്തതാണ്. മനസ്സിലായോ? അതായത് അദ്ദേഹം അവതരിക്കുന്നതിന് മുമ്പ് ആര് തള്ളി പറഞ്ഞു? വേദങ്ങളെ ബുദ്ധൻ തള്ളി പറഞ്ഞു. ബുദ്ധൻ വേദങ്ങളെ തള്ളി പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാല് വേദത്തിന്റെ പേരും പറഞ്ഞ് മൃഗബലി കൂടാൻ തുടങ്ങി. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ യജ്ഞം സമർപ്പണം ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ യജ്ഞ സമർപ്പണമൊന്നും അല്ല, ഒന്ന് തിന്നുകയാണ് പണി. പേര് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോ ഇദ്ദേഹം ശ്രീബുദ്ധൻ പറഞ്ഞു, എങ്കിൽ ആ വേദങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടെന്ന് തള്ളി പറഞ്ഞു. മനസ്സിലായ? പക്ഷേ ആ വേദങ്ങളുടെ പേരിൽ പാപം ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ വേദങ്ങൾ ഉണ്ടായത് ജനന നന്മയ്ക്ക് വേണ്ടിയാണ്. അതൊരിക്കലും തള്ളി പറയേണ്ട സാധനമല്ല. അതുകൊണ്ട് തള്ളി പറഞ്ഞ സാധനത്തിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശങ്കരാചാര്യർ അവതരിച്ച് വേദങ്ങൾ റീ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷെ എല്ലാ ആൾക്കാർക്കും പ്യുവർ അറിവ് കൊടുക്കാൻ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഭഗവാനുണ്ട്, ഭഗവാൻ നിങ്ങൾ ഒന്നാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തത്. അതാണ് അദ്വൈതം. അദ്വൈതം ഫിലോസഫിക്കലി പൂർണ്ണമല്ല. മനസ്സിലായോ? ഭഗവാൻ നമ്മൾ ഒന്നാണോ? അല്ല. അത് ഒരു കടലിലെ ഒരു തുള്ളി വെള്ളവും പോലെ വ്യത്യാസം. ക്വാണ്ടിറ്റി വൈസ് ഭഗവാന്റെ അംശമാണ് നമ്മൾ, പക്ഷെ ക്വാളിറ്റി വൈസ്. എന്നാൽ ക്വാണ്ടിറ്റി വൈസ് ഭഗവാനെ പോലെ ആണോ? അല്ല. നമുക്ക് നമ്മളെ കുറിച്ച് മാത്രമേ എന്തെങ്കിലും അവബോധമുള്ളൂ. ഭഗവാന് നമ്മൾ എല്ലാരെയും കുറിച്ചും അവബോധമുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അദ്വൈതം എന്തല്ല, ഫിലോസഫിക്കലി കറക്റ്റ്. മനസ്സിലായോ? അപ്പൊ അദ്വൈതം അന്നുണ്ടായത് വേദത്തിനെ തിരിച്ച് ജനങ്ങൾ വിശ്വസിച്ച് കയ്യിലെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. പക്ഷെ ആ ഒരൊറ്റ വരവിൽ എല്ലാ കാര്യങ്ങളും മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആംബിയർ ഇല്ലായിരുന്നു. ആംബിയർ മനുഷ്യൻ ആംബിയർ ഇല്ലായിരുന്നു. അത് കേട്ട് മനസ്സിലാക്കാനുള്ള ആംബിയർ ആർക്കില്ലായിരുന്നു? അതാണ് ബൈബിളിലെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇതിലും കൂടുതൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇത്രയേ പറയുന്നുള്ളൂ, അതെങ്കിലും നിങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞത്. അതേ അവസ്ഥയായിരുന്നു ശങ്കരാചാര്യരുടെ സമയത്ത്. ശങ്കരാചാര്യർ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഭഗവാൻ നമ്മൾ ഒന്നാണ് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ ഒരു ക്ലൂവും കൂടെ തന്നിട്ടുണ്ട്. എന്താണത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ. മൂഢമതയുടെ മടയാ, ഇതൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കാതെ ഈ നാമം ജപിക്കേ. അതാ എന്തെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ നാമമല്ല, അത് ഗോവിന്ദന്റെ നാമം നീ ജപിക്കേ. കാരണം നിന്റെ ഈ വ്യാകരണ ശാസ്ത്രവും വാചക കസർത്തം
ഇതിനകത്തുള്ള പാണ്ഡിത്യവും ഒന്നും നിന്നെ രക്ഷിക്കില്ല. കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. കലിയുഗത്തിൽ ഒന്നിനും സമയമില്ല. അതുകൊണ്ട് മിണ്ടാതെ മടയ മൂട കിറുക്ക വട്ട എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അല്ലെ. നമ്മളെ നോക്കി ഒരാൾ ഇങ്ങനെയൊക്കെ വിളിക്കുമെങ്കിൽ ആലോചിച്ച് നോക്കണം അല്ലെ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എന്നിട്ട് വ്യക്തമായി പറഞ്ഞു ഗോവിന്ദനെ ഭജിക്കുന്നു. എന്നാൽ ഇന്ന് ഇതേ ശങ്കരാചാര്യരുടെ ഇസം ഫോളോ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ഗോവിന്ദനെ ഭജിക്കുന്നുണ്ടോ? ഇല്ല. പൊതുവെ ശങ്കരാചാര്യന്റെ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ ശങ്കരാചാര്യർ പറഞ്ഞ ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് ഭജിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങൾ ഇസ്കോൺകാര് അക്ഷരം പ്രതി ആരനുസരിക്കുന്നുണ്ട്? ഈ അദ്വൈത ഫിലോസഫിയുടെ ആചാരനായ ശങ്കരാചാര്യർ പറഞ്ഞ ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്നുള്ള ഗോവിന്ദനെ ഭജനം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണത് നമ്മൾ ജപിക്കുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പോ ഇസ്കോണിന്റെ ബ്രഹ്മമധ്യ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം അചിന്ത്യ ഭേദ അഭേദത്വം ഫോളോ ചെയ്യുന്ന ചൈതന്യ മഹാപ്രഭുവിനെ ഫോളോ ചെയ്യുന്ന ഇസ്കോൺ അദ്വൈത ഫിലോസഫിയെ ആചാര്യനായ ശങ്കരാചാര്യനെ ഫോളോ ചെയ്യുന്നുണ്ടോ? തള്ളി പറയുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ എൻ്റെ അടുത്ത് ഞാനൊരു ക്രിസ്ത്യാനിയെ ഇസ്കോണിൽ കൊണ്ടുവന്നു, എന്റെ ഫ്രണ്ട്. ഞാൻ എന്റെ ശിക്ഷാഗുരു ഹിസ് ഗ്രേസ് സുദർശൻ ദാരിദാസ് പ്രഭുവിനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ എനിക്ക് എന്തിന്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞതിനർത്ഥം? ഇതൊന്നും എനിക്ക് ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ഉടൻ ഞാൻ ഇങ്ങനെ ഇവരെന്താണ് ഇവർ സംസാരിക്കാൻ പോണെന്ന് ആലോചിച്ച് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ ഗുരുനാഥൻ എന്റെ ശിക്ഷാഗുരു പറയാണ് ഞാനും ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ഉടനെ അതെങ്ങനെ ഇതിന്റെ വേഷം തിലകമൊക്കെ കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പറയാണ് 10 കൽപ്പനകളില്ലേ എന്ന് ചോദിച്ചു. അതെ 10 കൽപ്പന. എന്താണ് 10 കൽപ്പന ചോദിച്ചു. എട്ടപ്പടപ്പെടെ 10 പറഞ്ഞു. എന്താണ് 10 കൽപ്പന പറയും? എനിക്കും അത് കറക്റ്റായിട്ട് എന്നെ പറയാനെന്ന് പറഞ്ഞൂടാ. ആ 10 കൽപ്പന അദ്ദേഹം പറഞ്ഞു. ഇത് ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ആരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്? ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ ക്രിസ്തുവിന് പറഞ്ഞ വാക്കുകൾ അനുസരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ക്രിസ്ത്യാനല്ലേ എന്ന് ചോദിച്ചപ്പോ അതെന്ന് പറഞ്ഞു. ക്രിസ്തു പറഞ്ഞതിനെ അനുസരിച്ചാലല്ലേ ക്രിസ്ത്യാനാവുള്ളൂ. ക്രിസ്തു പറഞ്ഞത് അനുസരിക്കാതായ പേരിന് മാത്രം ക്രിസ്ത്യാനായിട്ട് മതിയോ? മനസ്സിലായോ? എന്നിട്ട് തിരിഞ്ഞു ചോദിച്ച് മൂന്നാമത്തെ കൽപ്പന എന്താണ്? മൂന്നാമത്തെ കൽപ്പന എന്താണ്? നാം കൊല്ലരുത്. നിങ്ങൾ വെജിറ്റേറിയൻ ആണോ ചോദിച്ചത്. അല്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനല്ല ഇരി എന്ന് പറഞ്ഞു. മനസ്സിലായോ? മൂന്നാമത്തെ കൽപ്പന വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് നാം കൊല്ലരുത് എന്ന്. എന്നാൽ അത് ഫോളോ ചെയ്യുന്ന ക്ലാസ് എടുക്കുന്ന അതിന്റെ ആചാര്യന്മാരെ അറിയുന്ന ആൾക്കാരെല്ലാം കൊന്ന് തിന്നുന്നവരാണ്. അപ്പൊ അവർ പറയും ഞാൻ കൊല്ലുന്നില്ല, തിന്നുന്നേ ഉള്ളൂ. കൊന്നാൽ ആ പാപം അവർക്ക് തീരാൻ വേണ്ടി ഞാൻ തിന്ന് അവരെ സഹായിക്കുകയാണെന്ന് പറയും. അല്ലേ? അങ്ങനാണോ? കൊന്നാൽ പാപം, തിന്നാൽ തീരും. സത്യമാണ്. കൊന്നാൽ ആ പാപം അതേ ജീവി മറ്റൊരു ജന്മത്തിൽ നമ്മളെ തിന്നാൽ ഈക്വലാവും. അങ്ങനെ ഈക്വലായി തീരും. എവരി ആക്ഷൻ ഹാസ് there is a equal and opposite reaction. നിങ്ങൾ ഇന്ന് അതിനെ തിന്ന് മറ്റൊരു കാലത്ത് അത് നിങ്ങളെ തിന്ന്. ചേച്ചിയാണ് എന്നെ ആദ്യം അടിച്ചത്, അതുകൊണ്ട് ഞാനും ഒരു അടി അടിച്ചാലേ അത് ടാലി ആവുമെന്ന് പറയില്ലേ? അതുപോലെ ഇപ്പൊ ഇവിടെ കൊന്നാ പാപം, തിന്നാൽ തീരും. അത് ആര് തിന്നണം? ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുന്ന അദ്ദേഹം നമ്മളെ തിന്നണം. അത് ഈ ജന്മത്തിൽ എന്തായാലും പറ്റൂല. അപ്പൊ അതിനു വേണ്ടി മറ്റൊരു ജന്മം രണ്ടുപേരും ജന്മിക്കണം. മനസ്സിലായില്ലേ? അപ്പത്തേക്കും അന്ന് അവരുടെ പാത്രത്തിൽ ആര് വന്നിരിക്കും? നമ്മൾ വന്നിരുന്നോളും. അങ്ങനെയാണ് കൃഷ്ണൻ. ഇത് ചുതി പറ്റാത്ത ആളാണ്. സെറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണ്. ഒരിക്കലും ഭഗവാൻ ആരെയും പണിഷ് ചെയ്യൂല. ഒരിക്കലും ഭഗവാൻ ആർക്കും കൂടുതൽ കൊടുക്കൂല. അവരവരുടെ കർമ്മഫലമേ അവരവർക്ക് കൊടുക്കത്തുള്ളൂ. ഇത് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുതി ആർക്ക് പറ്റത്തില്ല. ഇന്നത്തെ ശ്ലോകം അങ്ങനെയാണ്. അപ്പോ എവരി ആക്ഷൻ ഹാസ് there is equal and opposite reaction ഉള്ളത് ഭൗതിക ലോകത്തിലെ നിയമമാണെങ്കിൽ, ഭൗതിക ലോകത്തിലെ നിയമമാണ് ന്യൂട്ടൻ കണ്ടുപിടിച്ചത്. ശരിയല്ലേ? എല്ലാ പ്രവർത്തനത്തിനും അതിൻ്റെതായ തുല്യ അളവിലുള്ള പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുന്നു പറഞ്ഞത് ഭൗതിക ലോകത്തിലാണ്.
എങ്കിൽ പിന്നെ ആധ്യാത്മിക ലോകത്തില് അറ്റ്ലീസ്റ്റ് അതേ നിയമം ഉണ്ടാവാതിരിക്കോ? ചില ആൾക്കാർ പറയുന്നുണ്ട്, എടാ നീ എന്നെ ഉപദ്രവിച്ചു, ഈ കോടതി നിന്നെ വെറുതെ വിട്ടു. പക്ഷെ ആ കോടതി നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. എന്തുകൊണ്ട്? കാരണം അവിടെ എല്ലാം കൃത്യം. ആളാരാണ്? അച്യുതനാണ് ഭരിക്കുന്നത്. അച്യുതൻ ഭരിക്കുന്ന സ്ഥലത്ത് ച്യുതി ഉണ്ടാവോ? അന്യായം ഉണ്ടാവോ? ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ നീ കള്ളന്മാരുടെ ലോകത്ത് നീ പോയാലും അവിടെ നീ ഭഗവാന്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്ന പറയുന്ന കാരണം അദ്ദേഹം ച്യുതിയില്ലാത്ത ആളാണ്. അവിടെ അദ്ദേഹം ന്യായമേ നടപ്പിലാക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ തെറ്റ് ചെയ്താൽ ഇവിടെ പണിഷ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ പണിഷ്മെന്റ് കിട്ടും. നിങ്ങൾ പറയൂ, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ചോദ്യം. ഞാൻ അഡ്വക്കേറ്റ് ആണെന്ന് അറിയാലോ. ചോദ്യം ഇതാണ്, കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. ആലോചിച്ച് നോക്കൂ, ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കൊന്നേക്കാൻ വേണ്ടി വിധിക്കുന്നു, കൊന്നു കളയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ശരിയാണോ? ആ, ശരിയാണോ? വ്യക്തിപരമായ അഭിപ്രായം ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. തോക്ക് എന്നാ മാഡം വെടിവെക്കും. എന്തായാലും കൊല്ലേണ്ടതെന്നല്ലോ. വെക്കണം മാഡം. അത് നീതിപതിയാണ്, സമ്മതിച്ചു. നിങ്ങളുടെ കുറച്ചു പേർക്കെങ്കിലും അഭിപ്രായം കാണും, മരിച്ച ആൾ മരിച്ചു, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ശരിയാക്കി എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കും, അല്ലെ? യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്ത് പറയും ഇതിനെക്കുറിച്ച്? ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാൾക്ക് പണിഷ്മെന്റ് ഉറപ്പാണ്. അത് ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ കിട്ടുന്നുള്ളത് ഡാം ഷുവറാണ്. കാരണം ഭരിക്കുന്നത് അച്യുതനാണ് അവിടെ ഇന്നല്ലെങ്കിൽ. അപ്പോ ഈ ജന്മത്തിൽ തന്നെ ആ തെറ്റിനുള്ള പണിഷ്മെന്റ്, ഈ ജന്മത്തിൽ ചെയ്ത തെറ്റിന്റെ പണിഷ്മെന്റ് കിട്ടിയില്ല എങ്കിൽ പാവപ്പെട്ടവന് ഈ ഒരു പണിഷ്മെന്റിന് വേണ്ടി മാത്രം മറ്റൊരു ജന്മത്തിൽ ജനിക്കേണ്ടി വരും. അവിടെ ഇയാൾക്ക് ഈ പണിഷ്മെന്റ് കിട്ടും. പറയട്ടെ, അപ്പോ ഈ ഒരു തെറ്റിന്റെ പണിഷ്മെന്റ് ഈ ജന്മത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മറ്റൊരു ജന്മം ജനിക്കേണ്ടതില്ല. അപ്പൊ അത് അയാൾക്ക് വലിയ ഒരു ജനനമരണ ചക്രത്തിന് പുറത്തു വരാനുള്ള ആ ഒരു യഥാർത്ഥ ടാർഗറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹമാണ് ആര് കൊടുക്കുന്നത്? രാജാവ് കൊടുക്കുന്നത്. ഇതാണ് ജഡ്ജി കൊടുക്കുന്നത്. അപ്പൊ ഒരു കുറ്റവാളിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അയാളോടുള്ള കാരുണ്യമാണ്. കാരണം അല്ലെങ്കിൽ മറ്റൊരു ജന്മം എടുത്ത് അയാൾ ഈ പണിഷ്മെന്റിന് വേണ്ടി വന്ന് നിൽക്കേണ്ടി വരും. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? ഭഗവാൻ അച്യുതൻ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം രീതിയിലാണ് ഭഗവാൻ സെറ്റ് ചെയ്തിരിക്കണമെന്ന് അറിയണമെങ്കിൽ അടിപൊളി ഒരു കഥ പറയണം. കാർമിക് റിയാക്ഷന്റെ ശക്തി എത്രത്തോളമാണ്, അത് എത്രത്തോളം കൃത്യമാണെന്ന് അറിയണമെങ്കിൽ ഒരു ഉഗ്രൻ കഥ, ധൃതരാഷ്ട്രന്റെ കഥ പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. അടിപൊളി കഥ. നിങ്ങൾ അച്യുതൻ എന്ന് പറഞ്ഞ ആരെന്ന് കേട്ട് ഞെട്ടും. ഇത്രത്തോളം എല്ലാ ഒരു ലീലയിൽ ഭഗവാൻ 100,000 ലീലകൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഒരു ലീലയിൽ ഭഗവാൻ 100,000 ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. ഒരേ ലീലയിൽ ഭഗവാൻ ഒരുപാട് ജനനമരണ ചക്രത്തിന്റെ കാർമിക് റിയാക്ഷന്റെ ഫലം കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായ? അതെന്തെന്ന് ഞാൻ പറയാം. ഒരു ധൃതരാഷ്ട്രന്റെ കഥ ഞാൻ പറയാം, തൽക്കാലം പറയാം. ഞാൻ വിട്ടുപോവാണെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കണം, ഞാൻ പറയും കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? മരണത്തിനെ കുറിച്ച് അല്ലെ? അപ്പൊ ഒരു ശിക്ഷ ഒരു കുറ്റവാളിക്ക് ഒരു ജഡ്ജ് കൊടുക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അതൊരു കാരുണ്യമാണ്. അതിനുവേണ്ടി മറ്റൊരു ജന്മം ജനിക്കാതെ ഇരിക്കാൻ വേണ്ടി കൊടുത്ത് അയാളെ സഹായിക്കുകയാണ് ചെയ്തത്. കർമ്മഫലം കുറയ്ക്കാൻ വേണ്ടി ജഡ്ജ് അയാളെ സഹായിക്കുകയാണ്. മനസ്സിലായോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, മാംസം എന്നുള്ള വാക്കിന് അർത്ഥമില്ല. മാംസം എന്നുള്ള വാക്ക് സംസ്കൃത വാക്കാണ്. ഓക്കെ, ഐസക് ന്യൂട്ടന്റെ എവരി ആക്ഷൻ ഹാസ് ദേർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള സാധനം ഈ മാംസം എന്നുള്ള വാക്കിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. പറഞ്ഞാൽ വിശ്വസിക്കും. ഐസക് ന്യൂട്ടൻ ലോകത്ത് പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ചില്ല, ശാസ്ത്രത്തിൽ പറയുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് അടിയില് ഭഗവത്ഗീത എന്നുള്ളതിനെ വെട്ടി ഐസക് ന്യൂട്ടനെ എഴുതി ചേർത്തു, അത്രേ ചെയ്തു. മനസ്സിലായ? ഈ ലോകത്തിലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എല്ലാം അടിച്ച് പൊളിച്ച് മൈക്കിൽ സംസാരിക്കുന്നതെല്ലാം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഭഗവത്ഗീത പറഞ്ഞ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ കയ്യടി കിട്ടിയത് ആർക്കാണ്? ഭഗവത്ഗീതയ്ക്കല്ല, അവർക്കാണ്. ഐസക് ന്യൂട്ടനും ഇതുപോലത്തെ ആൾക്കാർ. ഐസക് ന്യൂട്ടൻ ഈ പറഞ്ഞ ഈ ഫിലോസഫി മാംസം എന്നുള്ള വാക്കില് അതിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ ഇത് അതിനകത്ത് പറഞ്ഞാൽ വിശ്വസിക്കും ഇല്ല. മാം എന്ന് പറഞ്ഞാൽ ഞാൻ, എന്താ? സം എന്ന് പറഞ്ഞ നീ. ഇന്ന് ഞാൻ, നാളെ നീ.
ഇന്ന് ഞാൻ നിന്റെ ആഹാരം ആകുന്നു, നാളെ നീ എന്റെ ആഹാരം ആകണം, ആവും. മനസ്സിലായോ? ഇന്ന് ഞാൻ, നാളെ നീ. എവരി ആക്ഷൻ ഹാസ് ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇന്ന് ഞാൻ, നാളെ അതുപോലെ നീ. കൊന്നാൽ പാപം, അതേ ജീവി മറ്റൊരു ജന്മത്തിൽ നമ്മളെ തിന്നാൽ തീരും. ഇതാണ് ഐസക് ന്യൂട്ടൻ എടുത്ത് വേറെ രീതി പറഞ്ഞത്. അപ്പൊ മാംസത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഇനി അടുത്തത്, നിങ്ങൾ കഴിക്കുമ്പോഴല്ല ഞങ്ങൾ കഴിക്കും, ഞങ്ങൾ ഓതിയ മൃഗത്തിന് മാത്രമേ കഴിക്കൂ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓതിയ മൃഗമാണെങ്കിൽ മാത്രമേ കഴിക്കൂ. ഹലാൽ ചിക്കൻ, ഹലാലാണെങ്കിൽ മാത്രമേ കഴിക്കൂ. എന്താണ് ഈ ഹലാൽ? വെള്ളം കൊടുത്തിട്ട് ചെവിയിൽ ഒരു കഥ പറയും, എന്നിട്ട് ഒറ്റ വെട്ട് തല. അനുവാദം. ഈ അനുവാദം എന്താണ്? ഈ അനുവാദം വളരെ സിമ്പിൾ. മാംസത്തിന്റെ അർത്ഥമാണ്. ഇന്ന് ഞാൻ ബലം പ്രയോഗിച്ച് നിന്നെ ഞാൻ ആഹാരമാക്കുന്നു, നാളെ നീ എന്ത് വേണം ആയിക്കോ. നാളെ നീ എന്നെ വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇന്ന് ഞാൻ ബലം പ്രയോഗിച്ച് നിന്നെ ഞാൻ ആഹാരമാക്കുന്നു, കൊല്ലുന്നു. നാളെ നിനക്ക് അതിന് അധികാരമുണ്ട്. നാളെ ഇത് എന്നോട് തിരിച്ചു ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട് എന്നുള്ള ഓറൽ എഗ്രിമെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതിന്റെ അർത്ഥം സമ്മതം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. സമ്മതം ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ വെട്ടുന്നുള്ളത് വേറൊരു കാര്യം. എന്നാലും കോടതി പ്രൊസീഡിംഗ് നടക്കുമ്പോൾ ഇടയിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ, പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല. അപ്പോൾ അടുത്ത പ്രൊസീഡിംഗ്സിൽ പോകും. എന്നതുപോലെ ഇതിന്റെ ഇടയിൽ ചെവിയിൽ ഞാൻ നിന്നെ കൊല്ലുന്നു, സമ്മതം ചോദിക്കുന്നു, ഒരൊറ്റ വെട്ട്. സമ്മതം തരും മുമ്പേ വെട്ടി. പക്ഷെ സമ്മതം ചോദിക്കുന്നുണ്ട്. ആ സമ്മതം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ നിന്നെ ബലം പ്രയോഗിച്ച് ഞാൻ കൊന്ന് ഞാൻ എന്റേതായ രീതിയിൽ നിന്നെ തിന്നുകയോ വിൽക്കുകയോ ചെയ്യാൻ പോകുന്നു. നാളെ നീ എങ്ങനെ വേണം ആയിക്കോ, എന്നെ എതിരെ എന്ത് വേണം ആയിക്കോ. മനസ്സിലായോ? ഇതാണ് ഓറൽ എഗ്രിമെന്റ്. നിങ്ങൾ വീട്ടില് ചില ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കും അല്ലെ? ചില എടുത്തോളൂ. ചില ആൾക്കാർക്ക് നിങ്ങൾ വീടിനെ വാടകയ്ക്ക് കൊടുക്കുമ്പോ ഓറൽ എഗ്രിമെന്റിന് കൊടുക്കാറില്ല. കുറച്ച് ഇത്ര 5 മാസം താമസിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കും. ചില ആൾക്കാർക്ക് എഴുതി കൊടുക്കും. ആണല്ലയോ? പക്ഷെ രണ്ടിനും ഒരേ പവർ അല്ലേ? നിങ്ങളുടെ എന്ത് കൊടുത്തിട്ടുണ്ട്? വീട് കൊടുത്തിട്ടുണ്ട്. ആണല്ലോ? എന്നതുപോലെ വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കുന്നുള്ള ഉറപ്പല്ലേ? എന്നതുപോലെ നിങ്ങൾ ഓറൽ എഗ്രിമെന്റ് ചെയ്തതാണെങ്കിലും ഓറൽ എഗ്രിമെന്റ് ചെയ്തില്ല എങ്കിലും എവരി ആക്ഷൻ ഹാസ് ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ ഓതിയാലും കൊള്ളാം, ഓതിയില്ലെങ്കിലും കൊള്ളാം. നിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ ആ പാവം നിങ്ങൾ തന്നെ അനുഭവിക്കണം. അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മം എന്തായാലും ഉണ്ട്. അതില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യും. അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള എവിഡൻസ് കൊടുക്കും. ഉറപ്പായിട്ടുണ്ട്, സംശയമൊന്നും വേണ്ട. അത് നമുക്കൊരു പവർ പോയിന്റ് ചെയ്യാം കേട്ടോ. ഒരു പുനർജന്മം ഉണ്ടോ ചോദ്യം. നമ്മൾ ഈ ജന്മത്തിന് മുമ്പ് നമുക്ക് ജന്മങ്ങൾ ഉണ്ടായിരുന്നോ? നമ്മൾ മരണത്തിന് ശേഷവും ജന്മം ഉണ്ടോ? ഇതിനൊക്കെ കുറിച്ച് സൂപ്പർ പവർ പോയിന്റ് പ്രസന്റേഷൻ നമുക്ക് ചെയ്യാം. എവിഡൻസോടുകൂടി നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് തീരുമാനം. മനുഷ്യജന്മം ഒന്നല്ല, 84 ലക്ഷം ജീവശരീരങ്ങളിൽ 4 ലക്ഷം മനുഷ്യ ശരീരങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പൊ നമ്മൾ കിട്ടിയിരിക്കുന്നത്. 4 ലക്ഷം ടൈപ്പ് ഓഫ് മനുഷ്യ ശരീരം. എത്ര? ഞാൻ പറഞ്ഞുതരാം. സർക്കസിൽ പോകുന്ന പുള്ളയായ ആൾക്കാർ, അത് മനുഷ്യനല്ലേ? 7 അടി പൊക്കമുള്ള ആൾക്കാർ ഇല്ലേ? അത് മനുഷ്യ ശരീരം. രണ്ടും ഒരേപോലെയാണ്. പക്ഷെ രണ്ടും മനുഷ്യ ശരീരമാണ് അല്ലേ? നല്ല നീല കളറുള്ള കണ്ണുള്ള ആൾക്കാർ ഇല്ലേ? ഉണ്ടായില്ലേ? ഉണ്ട്. നീഗ്രോസ് ഇല്ലേ? കേരളീയൻസ് ഇല്ലേ? പിന്നെ നമ്മുടെ ഇവിടെ ജപ്പാനീസിനെ കണ്ടിട്ടില്ലേ? എല്ലാം ഒരുപോലെ. ജപ്പാനീസ് പകുതി മാത്രം കണ്ണു തുറക്കാൻ പറ്റുന്ന ജപ്പാനീസിനെ കണ്ടിട്ടില്ലേ? നമ്മൾ ഉണ്ട കണ്ണുള്ള നമ്മളെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇല്ലേ? ഇല്ലേ? അപ്പൊ ഇതെല്ലാം മനുഷ്യരല്ലേ? അങ്ങനെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ എണ്ണിയാൽ എത്ര എണ്ണം വരും? എല്ലാ 10, 15, 20 വരും. ശാസ്ത്രം പറയുന്നു 4 ലക്ഷം ടൈപ്പ് ഉണ്ടെന്നാണ്. എത്ര? 4 ലക്ഷം ടൈപ്പ്. അങ്ങനെ 4 ലക്ഷം, 84 ലക്ഷത്തിൽ 4 ലക്ഷം മാറ്റിയ 80 ലക്ഷവും വിവിധ ജീവശരീരങ്ങളുണ്ട്. അതിൽ പാമ്പുണ്ട്, തേളുണ്ട്, അരണയുണ്ട്, പക്ഷികളുണ്ട്, ജലജീവികളുണ്ട്, സ്ഥാവരങ്ങളുണ്ട്,
മറ്റേ ഈ ചെടികളുണ്ട്, പറ, എല്ലാം ഉണ്ട്. ഇതിലെല്ലാം നമ്മുടെ പൂർവ്വജന്മ കർമ്മ ഫലം അനുസരിച്ച് വ്യത്യസ്ത ശരീരം നമുക്ക് മാറി മാറി വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ഗുണം എന്ന് വെച്ചാല് മറ്റേത് ജീവശരീരത്തിലും ഉയർച്ച ഉണ്ടാവും. മരിച്ചിട്ട് ജനിക്കുമ്പോൾ കുറച്ചുകൂടി ഉയർത്തപ്പെട്ട ശരീരം കിട്ടും. ജലജീവികളാണ് ഏറ്റവും മോശം എന്ന് പറയുന്നത്. ജലജീവി കുറെ കഴിയുമ്പോൾ കരജീവിയായി മാറും. മരിച്ചിട്ട് ജനിക്കും, പുണ്യം കൊണ്ട് കരജീവിയാവും. കരജീവിയിൽ തന്നെ ഏഴ് ജന്തുവായിരിക്കും, അല്ല ഒരു ചെടിയായിരിക്കും, അനങ്ങാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് തന്നെ നിൽക്കേണ്ടി വരും. അത് മരിച്ചിട്ട് ജനിക്കുമ്പോൾ ഒരു ഏഴ് ജന്തുവാകും. അപ്പൊ അതിന് അറ്റ്ലീസ്റ്റ് മൂവ് ചെയ്യുമെങ്കിലും ചെയ്യാം. അത് മരിച്ചിട്ട് ജനിക്കുമ്പോൾ മനസ്സിലായില്ലേ, അത് പറവയാവും. അത് മരിച്ചിട്ട് ജനിക്കുമ്പോൾ നാൽക്കാലിയാവും. അപ്ഗ്രേഡേഷൻ ആണ്. അതിനുശേഷം ഏറ്റവും ഉയർത്തപ്പെട്ട ജന്മം എന്നുള്ള രീതിയിൽ മനുഷ്യശരീരം. പക്ഷെ ഇവിടെ മാത്രം ഒരു പ്രശ്നമുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും മരിച്ചിട്ട് ജനിച്ചാൽ കുറച്ചുകൂടി മേളിൽ കിട്ടുമെങ്കിൽ ഇപ്പൊ നിൽക്കുന്നത് ഏറ്റവും മേളിലാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ എന്ത് റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു സാധനം കൂടെ ഭഗവാൻ തന്നിട്ടുണ്ട്. അത് ചെയ്യാത്ത പക്ഷം തൂക്കിയെടുത്ത് തറയിലടിച്ചു. ഈ തറയിലടിക്കുന്നത് ചിലപ്പോൾ എങ്ങാവാം, ഏറ്റവും താഴെ വരെ പോവാം. റെസ്പോൺസിബിൾ ആയാൽ മനുഷ്യ ശരീരം തന്നെ കിട്ടും, ഉയർത്തപ്പെടുകയും ചെയ്യും, ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയർത്തപ്പെടും. ഇപ്പൊ പിടി കിട്ടിയോ? ഏറ്റവും നല്ല പരിപാടി ഞാൻ പറയാം. കൊഞ്ചിപ്പൊടി അറിയാമോ? കൊഞ്ചിപ്പൊടി ഒരു ഇച്ചിരി കാണത്തുള്ളൂ. ഒരു ഇഡ്ഡലി എടുത്ത് ഒരു ഒറ്റ മുക്കി ഒന്ന് കഴിച്ച ഒരു 20,000 ജന്മത്തിനുള്ള സാധനമായി. കാരണം ആ കൊഞ്ചുകൾ എത്ര പൊടി ആയിട്ട് ശരീരം വെട്ടിട്ടിരിക്കല്ലേ. ഇതിന്റെ എല്ലാം കൂടെ ഒരു മുക്കുമ്പോ നമ്മൾ ഒരിക്കൽ മരിച്ച് ഒരാൾക്കല്ലേ ആഹാരം ആവാൻ പറ്റൂ. ഇത്രയും പേർക്ക് ആഹാരം ആവണ്ടേ നമ്മള്? നീ എത്ര ജന്മം എടുക്കണം? മനസ്സിലായ? ഇതൊക്കെയാണ് ഇതിന്റെ രസം. അതാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഇതിന് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭഗവാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ നമുക്ക് പറ്റും. അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് രുചിയുള്ള ആഹാരം കഴിച്ച് തന്നെ ജീവിക്കാം. എന്റെ വയറ് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ നല്ല ഒരു ആഹാര പ്രിയനാണെന്ന് മനസ്സിലായില്ലേ? എന്റെ വയറിന് നല്ല സൂപ്പർ കുക്കാണ്, മനസ്സിലായില്ലേ? എല്ലാം വെജിറ്റേറിയൻ സൂപ്പർ ഭഗവാൻ നിവേദിച്ച ഫുഡാണ്. ഞാൻ ഇന്ന് ഏകദേശിയാണ് കേട്ടോ. ഇന്ന് ഏകദേശിയാണ്. ഏകാദശി എന്ന് പറയുമ്പോൾ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളും പാലും പഴവും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്ന ദിവസം. സാധാരണ ഏകാദശി എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് പട്ടിണി കിടക്കണം എന്നാണ് വിചാരിക്കുന്നത്. എന്നാണ് അല്ല, കഴിക്കാൻ പറ്റുന്ന ആഹാരം കഴിക്കാം, കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഇറങ്ങുന്ന സമയത്ത് വൈഫിനെ 2 കൈയും വെച്ച് വളരെ നന്ദി, നല്ല സൂപ്പർ രുചിയുള്ള പ്രസാദത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. എന്തുകൊണ്ട്? നല്ല ഉഗ്രൻ ഷാർജ അടിച്ചു തന്നു, നല്ല കട്ടിയായിട്ട് നല്ല ഷാർജ വായിൽ വെച്ചപ്പോൾ ഇറങ്ങി പോയത് അറിഞ്ഞില്ല. നല്ല അടിപൊളി മാമ്പഴങ്ങൾ, ഒരു വ്യത്യസ്ത 3-4 ടൈപ്പ് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ മാറി കഴിച്ചു. പിന്നെ നല്ല ഈ മധുരക്കയം കൊണ്ടല്ലോ, അതിന്റെ വെച്ച് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞു. ഇന്ന് ഏകദേശിയാണെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഏകദേശികൾ വന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല രുചിയുള്ള ആഹാരം, വെറൈറ്റി ഫുഡല്ലേ, എന്നും ഒരേ സാധനത്തിനേക്കാൾ വെറൈറ്റി ഫുഡല്ലേ നല്ലത് നമുക്ക്. അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടി വളരെ സന്തോഷം, നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് വെജിറ്റേറിയനത്തില് ആഹാരങ്ങൾ രുചിയുള്ള ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നത് നോൺ വെജിറ്റേറിയൻസിന് അറിയാവുന്നത് സാമ്പാറും തൈര് സാധവും എന്നാണ്, അല്ലെങ്കിൽ അവിയലെന്നും കൂടെ അത്രേ അറിയാവൂ. അല്ല, നിങ്ങൾ ഇസ്കോണിന്റെ പ്രോഗ്രാമിന് വരൂ, നിങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 300, 400, 500 വിഭവങ്ങളാണ് ഭഗവാൻ നിവേദിക്കാൻ അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഭഗവാനെ ഒരിക്കൽ നോക്കത്തുള്ളൂ, പിന്നെ എല്ലാം ഇങ്ങോട്ട് അടുക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇതെല്ലാം എന്താ ടേസ്റ്റ് അറിയാമോ? വ്യത്യസ്ത വെറൈറ്റി ഓഫ് പ്രസാദം ഭഗവാൻ നിവേദിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കഴിക്കാൻ തോന്നും ഈ ശവങ്ങളെ? നാറ്റമല്ലേ? ഈ നാറ്റത്തിന് നിങ്ങൾ എങ്ങനെ കഴിക്കുന്നു? ഞാൻ കഴിച്ചോണ്ടിരുന്നവരാണ്, അത് വേറെ കാര്യം. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ മൃതശരീരത്തിന് ടേസ്റ്റ് ഇല്ല. മൃതശരീരത്തിന് നാറ്റവും ദുർഗന്ധവുമാണ് ഉള്ളത്, മനസ്സിലായി? അതിന് ടേസ്റ്റ് ഇല്ല. പച്ചമാംസം കഴിച്ചാൽ നിങ്ങൾ തുപ്പിക്കളയും ആരായാലും. പക്ഷെ അതിന് ടേസ്റ്റ് ഉണ്ടാക്കി തരുന്നത് നോൺ വെജിറ്റേറിയൻ ആണോ? അല്ല. അതിലിടുന്ന പൊടി വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ പൊടിക്കാണ് ടേസ്റ്റ്. ഈ രുചിയോടുകൂടി ആ ദുർഗന്ധത്തിനെ നമ്മൾ കഴിച്ചിറക്കുകയാണ് ചെയ്യേണ്ടത്. ഈ രുചി അതിനെ കഴിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ബർണാഡ് ഷാ എടുത്ത ഒരാൾ ചോദിച്ചു, അങ്ങ് ഏത് ആഹാരമാണ് പ്രിഫർ ചെയ്യുന്നത്? ഞാൻ വെജിറ്റേറിയൻ.
അതെന്താ ഇന്നത്തെ വിപുലമായ അടിപൊളി നോൺ വെജിറ്റേറിയൻ ഫുഡ് അത് അങ്ങ് എന്താ കഴിച്ചുകൂടാത്ത എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരൊറ്റ ആൻസർ പറഞ്ഞു, പാവപ്പെട്ട മൃഗങ്ങളെ കൊന്ന് അടക്കം ചെയ്യാനുള്ള ശ്മശാനമല്ല എന്റെ വയറ്. പാവപ്പെട്ട ജീവികളെ കൊന്ന് അടക്കം ചെയ്യാനുള്ള ശ്മശാനമല്ല എന്റെ വയറ്. എന്നിട്ട് ഒരു ചിരിയുമില്ല. ചോദിച്ച ആളാകെ ചമ്മി പോയി. മനസ്സിലായല്ലേ? അതാ, ഇതാണ് ആൻസർ. അപ്പൊ ഇത് ഒരു സത്യമല്ലേ? ഞാൻ വെജിറ്റേറിയൻ ആയത് ഭൗതിക ക്ലാസ്സിലൊക്കെ റെഗുലർ ആയിട്ട് വരും, പക്ഷെ നോൺ വെജിറ്റേറിയൻ കഴിക്കുകയും ചെയ്യും. അങ്ങനെ അത് രുചി പിടിച്ച് എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ നിങ്ങൾ വെജിറ്റേറിയൻ ആവണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങൾ ആവരുത്. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ പാവപ്പെട്ട മൃഗങ്ങളെ കൊന്ന് അതിനെ കൊല ചെയ്ത് അതിനെ നശിപ്പിച്ച് അതിനെ കഴിച്ച് അതാണ് നല്ലത്. ഞാൻ നിങ്ങൾ ഒരിക്കലും നോൺ വെജിറ്റേറിയൻ ആവണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് എന്തേ പറയത്തുള്ളൂ, നാമം ജപിക്കണം കേട്ടോ. ഹരേ കൃഷ്ണ മഹാമന്ത്രം നിങ്ങൾ ജപിക്കണമെന്ന് ആത്മാർത്ഥമായി. ഞാനൊരു ദിവസം ഞാൻ LLB പഠിക്കുന്ന കാലത്ത് പക്ക തത്വജ്ഞാനിയാണ്, ഭൗതികതയൊക്കെ സംസാരിക്കും. എന്നാ വീട്ടിൽ പോയി നോൺ വെജ് ഒക്കെ കഴിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ ഒരു ദിവസം ശരവണമൂർത്തി മുട്ട കഴിക്കുന്നോ എന്നൊരു പെണ്ണ് ഒരു ഞെട്ടി. അവൾ വിചാരിച്ചു ശരവണമൂർത്തി എന്ന് പറഞ്ഞപ്പോ മൂർത്തി കണ്ടപ്പോ ഞാനൊരു ബ്രാഹ്മണനാണെന്ന് വിചാരിച്ചു അവളൊരു ഞെട്ടി. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്താ ശരവണമൂർത്തി മുട്ട കഴിക്കാൻ പാടില്ല, നിങ്ങൾ ബ്രാഹ്മണനല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ബ്രാഹ്മണനാണെങ്കിൽ മുട്ട കഴിക്കാം. അപ്പൊ ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ കഴിച്ചു ബ്രാഹ്മണന്മാർക്ക് മാനക്കേടാണ്, എല്ലാരും നീ ബ്രാഹ്മണനാണ് അല്ലെന്ന് ചോദിച്ചിട്ടില്ലല്ലോ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ കഴിച്ചത് ആർക്ക് ദോഷമാണ്, ബ്രാഹ്മണന്മാർക്ക് ചിത്തപ്പേരുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കി. ഒരു പ്രാവശ്യം ഞാൻ ഒരു മുസ്ലിം പെൺ, സീനത്ത് എന്നാണ് പറയുന്നത്, എന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺ മുസ്ലിം, അവരുടെ സഹോദരിയുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പോയപ്പോ അവരുടെ വീട്ടിൽ ഇരുന്ന ഞങ്ങൾക്ക് ആഹാരം നല്ല വിപുലമായ നോൺ വെജിറ്റേറിയൻ, അടിപൊളിയായിട്ടുള്ള ചിക്കൻ മട്ടൻ അതെല്ലാം ഉണ്ട്. എന്നാ എനിക്കെല്ലാം വളർന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തത്വശാസ്ത്രം പറഞ്ഞുകൊണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോ സീനത്ത് മാത്രം വെജിറ്റേറിയൻ സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ച് കഴിക്കുക. ഞാൻ നോക്കുന്നു സീനത്തെ നോൺ വെജിറ്റേറിയൻ നിനക്ക് വേണ്ടേ? ഇവിടെ സീനത്ത് പറയാണ്, ഇവിടെ സീനത്തിന്റെ അമ്മയാണ് ആൻസർ പറഞ്ഞത്. അയ്യോ സീനത്തോ, സീനത്ത് പക്ക വെജിറ്റേറിയൻ അല്ലേ? ഞാനൊന്ന് ഞെട്ടി. ഞാൻ ചോദിച്ചു സീനത്തെ ഒരു ചിക്കന്റെ കാലിങ്ങനെ കടിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ പകുതി. ഞാൻ ചോദിച്ചു സീനത്തെ എന്താണ് സീനത്തെ നോൺ വെജിറ്റേറിയൻ ഒക്കെ നിങ്ങളുടെ മതത്തിൽ അതാവാമല്ലോ, എല്ലാവരും നിങ്ങളുടെ ഉസ്താദ് പോലും കഴിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും എനിക്കറിയില്ല. ആ കുട്ടി പറഞ്ഞ വാക്കാണ്. ആ കുട്ടി പറയാണ്, പാവപ്പെട്ട മൃഗങ്ങളെ കൊന്നു കഴിക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി, മതങ്ങളും അതൊന്നും എനിക്കറിയില്ല. ഞാൻ പക്ഷെ കഴിക്കൂല എന്ന് തീരുമാനിച്ചു. അമ്മ പറയാണ് അവളെ വർഷങ്ങളോളം കൊച്ചിലേ അവൾ കഴിക്കൂല, അവള് നല്ല വെജിറ്റേറിയൻ കുട്ടിയാണ്, മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും കഴിക്കില്ല. ഇങ്ങനെ കഴിച്ച ആ സാധനം ഞാൻ ഇങ്ങനെ എടുത്ത് വച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ശാസ്ത്രത്തിൽ തീർച്ചയായിട്ടും നോൺ വെജിറ്റേറിയൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്, എന്നിട്ടും ഞാൻ കഴിക്കുന്നു. അങ്ങയുടെ ശാസ്ത്രത്തിൽ അനുവദിച്ചിട്ട് കൂടി താങ്കൾ വീട്ടിൽ ഇത്രയും നല്ല രുചിയുള്ള ആഹാരം അമ്മ ഉണ്ടാക്കി തരാൻ ശ്രമിച്ചിട്ട് എന്നിട്ട് കൂടി അങ്ങ് കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു വച്ച ചിക്കന്റെ കാലായിരുന്നു ഞാൻ ഏറ്റവും അവസാനമായി കഴിച്ച ചിക്കന്റെ കാൽ. പിന്നെ ഞാൻ കഴിച്ചു. ഇന്നും ഞാൻ ക്ലാസ് വർഷങ്ങളായി, 30 വർഷത്തോളമായി, 25-30 വർഷത്തിൽ കൂടുതലായി. ആ കുട്ടിയെ ഞാൻ ഇന്നും ഓർക്കും, മനസ്സിലായി? ആ സീനത്തിനെ ഇന്നും ഓർക്കും. അപ്പൊ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വെജിറ്റേറിയൻ മുസ്ലിം പെൺകുട്ടിയുണ്ട്, അത് സീനത്താണ്. ഇല്ല ഞങ്ങൾ LLBക്ക് ഒരുമിച്ച് പഠിച്ച കുട്ടികളാണ്. പിന്നെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ ഇപ്പോ കണ്ടിട്ട് 20 വർഷമായി തോന്നും, 15-20 വർഷമായി തോന്നും. ഭഗവാൻ. ഞാൻ പറയുന്നത് വർഷം 30 2001 ഞാൻ അവസാനമായി കഴിച്ചു. 2000 ഞാൻ അവസാനമായി കഴിച്ചു. 2001 ആ കാലഘട്ടത്തിലാണ് ഏറ്റവും അവസാനമായി കഴിച്ചത്. പിന്നെ കഴിച്ചിട്ടില്ല. 24 വർഷമായി. ശരിയാണ്, 24 വർഷം, സന്തോഷമായ 24 വർഷം. പക്ഷെ ഞാന് ഒരിക്കലും ഇതൊരു ത്യാഗമായിട്ട് നിർത്തിയതല്ല കേട്ടോ. ത്യാഗമല്ല. ത്യാഗം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട സാധനം സ്വമനസ്സാലെ വേണ്ടെന്ന് വെക്കുന്നതാണ് ത്യാഗം എന്ന് പറയുന്നത്. അങ്ങനെ ത്യാഗം അയ്യോ എന്റെ ഇഷ്ടപ്പെട്ട സാധനം അങ്ങനെ ഒന്നും നിർത്തിയതല്ല. യഥാർത്ഥത്തിൽ ഹയർ ടേസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ലോവർ ടേസ്റ്റ് വേണ്ടെന്ന് വെക്കും, അത്രയോ. ഹയർ ടേസ്റ്റ് കിട്ടുമ്പോൾ ലോവർ ടേസ്റ്റ് വേണ്ടെന്ന് വെക്കും. നമ്മൾ വളർത്തിയ പിള്ളേര് ആമ്പിള്ളേര് നല്ല ചോക്ലേറ്റ് തീറ്റയാണ്. ഒരു സമയമായപ്പോൾ വളരെ ഡീസന്റ്, ചോക്ലേറ്റ് ഒന്നും വേണ്ട, അതൊക്കെ അനിയത്തിക്കൊക്കെ കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ അനിയത്തിക്ക് ഒരൊറ്റ സാധനവും കൊടുക്കാത്ത ആളല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. രഹസ്യമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കി,
കശി സിഗരറ്റ് വലി തുടങ്ങി. മനസ്സിലായ? ദുശീലത്തിന്റെ കാര്യം പറയാം. അപ്പൊ വലിയ ദുശീലം കിട്ടിയപ്പോ ചെറിയ ദുശീലത്തിന് വേണ്ടെന്ന് വെച്ചു. ഹയർ ടേസ്റ്റ് കിട്ടിയപ്പോ ലോവർ ടേസ്റ്റ് വേണ്ടെന്ന് വെച്ചു. എന്നതുപോലെ ഒരു വെജിറ്റേറിയൻ ആകുമ്പോ വെറൈറ്റി രുചിയുള്ള ആഹാരം കിട്ടിയപ്പോ ഈ ചീഞ്ഞളിഞ്ഞ സാധനം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ചീഞ്ഞഴിഞ്ഞ സാധനം കഴിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം നല്ല രുചിയുള്ള, നല്ല മണമുള്ള, നല്ല വ്യത്യസ്ത വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ് കിട്ടിയപ്പോ എന്തിനിതെന്നായിപ്പോയി. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മകളുടെ മുടിയെടുക്കാൻ വേണ്ടി എവിടെ പോയത്? തിരുപ്പതി പോയത്. തിരുപ്പതി പോയപ്പോ ഇസ്കോണില് ഒരു ഗോവിന്ദാസ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ്. ഓക്കെ, ഗോവിന്ദാസ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഭക്തന്മാരുടെ ഇഷ്ടമുള്ള സ്ഥലമാണ്. അവിടെ ഭഗവാൻ നിവേദിച്ച പ്രസാദം തരുന്നതുകൊണ്ട് എല്ലാവരും പോയി കഴിക്കും. ഞങ്ങൾ അങ്ങ് പോയപ്പോ അതിനകത്ത് ഒരു സാധനമുണ്ട്, പനീർ നീളത്തിൽ വെട്ടി അതിന് നല്ല നോൺ വെജ് ഫ്രൈ ചെയ്യും പോലെ നല്ല മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത തെറ്റിയും തെറിച്ചും ഞങ്ങള് ഏത് വേണമെന്ന് ചോദിച്ചപ്പോ മെനുവിൽ അറിയാതെ ഇതിനങ്ങ് ചൂണ്ടി അയാൾ അത് ഉണ്ടാക്കി തന്നു. കഴിച്ചു നോക്കിയപ്പോ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പണ്ട് കഴിച്ച നോൺ വെജിറ്റേറിയന്റെ ടേസ്റ്റ് ഓർമ്മ വന്നു. അതിനേക്കാൾ എത്രയോ ഇരട്ടി രുചിയുള്ള സാധനം. പനീറിന് നമുക്ക് എന്ത് മസാല ഇട്ട് പൊരിച്ചെടുത്താ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ജന്മത്ത് പിന്നെ ഏത് കഴിക്കൂല? നോൺ വെജിറ്റേറിയൻ കഴിക്കും. കാരണം എന്ത്? അതിനേക്കാൾ അപ്പുറം രുചിയുള്ള സാധനം ഈ പനീറിലൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ആരെങ്കിലും അത് കയറി കഴിക്കും? അന്ന് മുതൽ തുടങ്ങിയ പ്രണയമാണ് പനീറിനോട്. ഇന്നും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ വൈഫ് എന്തുണ്ടാക്കി വെച്ചിരിക്കും? ഈ പനീർ പൊരിച്ച് വെച്ചിരിക്കും, നമ്മൾ വന്ന് കഴിച്ചിരിക്കും. എന്റെ സഹോദരി എനിക്ക് വെജിറ്റേറിയൻ ആംപ്ലെറ്റ് ഉണ്ടാക്കി. വെജിറ്റേറിയൻ ആംപ്ലെറ്റോ? ഞെട്ടിയാ നിങ്ങള്? ആംപ്ലെറ്റ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. നമ്മൾ നിർത്തിയല്ലോ. അപ്പൊ ഒരു സുപ്രഭാതത്ത് സഹോദരി വീട്ടിൽ പോയപ്പോ ഒരു ആംപ്ലെറ്റ് അടിച്ചു വെച്ചിരിക്കും. ഞാൻ ചോദിച്ചു, എന്ത്? നീ കഴിച്ചു നോക്ക്. അല്ല ഇത് ഞാൻ നിനക്ക് തരുന്നത് നല്ലതല്ലേ തരൂ, കഴിച്ചു നോക്കിയപ്പോ ഒറിജിനൽ ആംപ്ലെറ്റിന്റെ ടേസ്റ്റ്. അത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊട്ടിയിട്ട് നല്ല ചൂടാക്കി ഉണ്ടാക്കി തന്നപ്പോ കഴിച്ചപ്പോ ഒറിജിനൽ നല്ല ടേസ്റ്റ്. സംഭവം വെജിറ്റേറിയൻ ആംപ്ലെറ്റ്, പക്ഷെ നോൺ വെജിറ്റേറിയൻ അല്ല. മനസ്സിലായി? മുട്ടയൊന്നും അല്ല. അപ്പൊ ആ രുചി കിട്ടിയപ്പോ ഞാനൊരു 3-4 എണ്ണം വാങ്ങിച്ച് കഴിച്ചു. രുചിയുണ്ട്. അങ്ങനെ എന്തെല്ലാം വെറൈറ്റി ഫുഡ് ഭഗവാന് നിവേദിച്ച് അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് പ്രസാദമായിട്ട് വെജിറ്റേറിയൻ ആയിട്ട് കഴിക്കാമെങ്കിൽ പിന്നെ എന്തിനു നമുക്ക് നോൺ വെജ്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരിക്കലും അയ്യോ ഇഷ്ടമുള്ള സാധനം വേണ്ടെന്ന് വെച്ചേ എന്ന് വിഷമിച്ചിട്ടല്ല. മനസ്സിലായോ? നമ്മൾ നീ ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടിന്റെ ഇടയിലും നമുക്ക് വേറെ ആഹാരം കിട്ടാതെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പോലും നോൺ വെജിറ്റേറിയൻ നമ്മൾ കഴിക്കൂല എന്നാണ് നമ്മുടെ തീരുമാനം. പിന്നെ ഗതികെട്ട പുല്ലും തിന്നോ, അത് ഭഗവാനായ അറിയാവുന്ന ആളെ നമ്മൾ നീ എത്രത്തോളം തറയാവാൻ പോകണം നമുക്കറിഞ്ഞൂടാ. ഇന്നത്തെ തീരുമാനം എന്താണ്? ഒരിക്കലും അത് കഴിക്കാൻ പാടില്ല എന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സങ്കടമില്ല. നമുക്ക് സന്തോഷത്തോടുകൂടി ഹയർ ടേസ്റ്റ് കിട്ടിയപ്പോൾ ലോവർ ടേസ്റ്റ് വേണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെ നിങ്ങളും ചെയ്യാവൂ. എങ്ങനെ ചെയ്യണം? നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ അക്വേറിയത്തിൽ പോയി മീൻ മേടിക്കുക. വളർത്താനുള്ള മീൻ, തിന്നാനുള്ള മീനല്ല. അക്വേറിയത്തിലെ മീൻ മേടിച്ചുകൊണ്ട് വന്ന് ഒരൊറ്റ കമത്തോ നിങ്ങളുടെ വീട്ടിലെ അതിൻ്റെ കമത്ത്. അവരെന്ത് പറഞ്ഞു വിടും? അവർ പറയും അതിന്റെ എന്താ റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് ഇത് അങ്ങനെ അങ്ങ് ഇട്ടേക്കാം. കുറെ കഴിയുമ്പോൾ ഇത് അങ്ങ് ചെറുതായിട്ടൊന്ന് ചരിയുമ്പോൾ അതിലെ വെള്ളവും ഇതിലെ വെള്ളവും കൂടെ പതുക്കെ മിക്സ് ആവും. കുറെ കഴിയുമ്പോൾ ഈ മീൻ ഇതിന്റെ ഇടയിലൂടെ അങ്ങ് ഇറങ്ങിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയും? എന്താണെന്ന് വെച്ചാല് അത് ഇത്രയും കാലം ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ ആ ഒരു ആവാസ വ്യവസ്ഥയും നമ്മളിപ്പോ കൊണ്ടുവിടാൻ പോകുന്ന സ്ഥലത്തിന്റെ ആവാസ വ്യവസ്ഥയുമായിട്ട് മാച്ച് ആവാൻ പതുക്കെ ചെയ്യുന്നതാണ് നല്ലത്. അല്ല ഒറ്റ കമത്തിയാ അതിന് അത് മാച്ച് ആവാതെ ചിലപ്പം ചത്തുപോകാനും ചാൻസ് ഉണ്ട്. എന്നതുപോലെ വേണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ആഹാരശീലങ്ങളിൽ നിന്നും മാറണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം മാറേണ്ടത്. അല്ല ഇന്ന് പോയി വീട്ടിൽ മൊത്തം ആടിയും പിടിയും വഴക്കും, ഞാൻ ഇനി മുതൽ നോൺ വെജ് കഴിക്കൂല, നിങ്ങൾക്ക് മറ്റും തരൂല, പോയി അതോടെ ആടി പിടി വേണം, പിന്നെ നാളെ നിങ്ങൾ ഇങ്ങോട്ടും നിങ്ങളെ വിടൂല. അതാണ് ഭർത്താക്കന്മാർ. അങ്ങനെ നിങ്ങൾ മാന്താനൊന്നും പറ്റൂല. അവര് തിരിച്ചും പണി തരും. അല്ലേ? നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, നീ അവിടെ പോയതിനു ശേഷമാണ് നിന്റെ ഈ ജാറ, നീ പോവേ വേണ്ടത്. അതിൻ്റെ ആവശ്യമില്ല. പതുക്കെ നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്താണ്? ഹരിനാമമാണ്. രണ്ടാമത് എടുക്കേണ്ടത് എന്താണ്? ശ്രവണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം.
മൂന്നാമത് കുത്തിയിരുന്നുള്ള വായന, ഭൗതിക വായന. ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് സാഹചര്യം അനുകൂലമായി വരും. നമ്മൾ അറിയാതെയാണ് വരുന്നത്. കാരണം നമ്മൾ ആത്മാർത്ഥത ആര് പരിശോധിക്കും? അച്യുതനായ കൃഷ്ണൻ പരിശോധിക്കും. അപ്പൊ അച്യുതനായ കൃഷ്ണൻ അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് അച്ഛനാവുമ്പോൾ മറുസ്ഥലത്ത് ഭർത്താവ് നല്ല അച്ഛനുമാണ്, നല്ല ഭർത്താവുമാണ്, നല്ല മകനുമാണ് എന്നതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഭക്തയാവാനും നിങ്ങളെ സഹായിക്കും. അതേ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയാവാനും നല്ലൊരു അമ്മയാവാനും സഹായിക്കുന്ന ആളാണ് അച്യുതൻ. അപ്പൊ അച്യുതനെ ആരെങ്കിലും ശരണം പ്രാപിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഉള്ളതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ നിലനിർത്തും, അവർക്ക് വേണ്ടതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ തരികയും ചെയ്യും. ഒരിക്കലും ത്യാഗം നമുക്ക് ചെയ്യേണ്ടി വരില്ല. മനസ്സിലായോ? കാരണം നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ കൃഷ്ണൻ 100 സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും. നമ്മളെ ഒരിക്കലും ഭഗവാൻ വേദനിപ്പിക്കത്തില്ല. നമ്മൾ ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്താൽ ഭഗവാൻ നമ്മളെ വാരിയെടുക്കും, തൂക്കിയെടുക്കും, നമ്മളെ സഹായിക്കും. ഒരുപാട് ഉയരങ്ങളിൽ ഭഗവാൻ എത്തി. മനസ്സിലായോ? അതുകൊണ്ട് ഭഗവാന് വേണ്ടി എപ്പോഴും ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ നമ്മൾ തയ്യാറാവാൻ ശ്രമിക്കും. കേട്ടോ? ശരി. അച്യുത എന്നുള്ള വാക്കിലാണ് നമ്മൾ തുടങ്ങിയത്. ഇരു സൈന്യങ്ങൾക്ക് മധ്യത്തിലായി എന്റെ തേർ കൊണ്ട് നിർത്തുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. മനസ്സിലായോ? ഭഗവത്ഗീത യഥാർത്ഥത്തിൽ ഉപദേശിച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് അർജുനനുള്ള തേര് പാണ്ഡവ പക്ഷത്തിരിക്കുമ്പോൾ അല്ലാന്ന് മനസ്സിലായല്ലോ, കൗരവ പക്ഷത്തും അല്ലാന്ന് മനസ്സിലായല്ലോ. ഇത് രണ്ടിന്റെ നടുക്കാണ് തേരിപ്പോ വരാൻ പോകുന്നത്. അതിന് ആരാണ് നിർദ്ദേശം നൽകുന്നത്? അർജുനനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അർജുനനാണ് പറഞ്ഞെങ്കിലും അത് ആരുടെ പ്ലാനാണ്? കാരണം ഇവിടെ ഗീത ഉപദേശിക്കാൻ പോവുകയാണ്. അത് ആരുടെയും പക്ഷം ചേർക്കാനുള്ള സാധനമല്ല ഭഗവത്ഗീത. അതെല്ലാവർക്കും കോമൺ ആണ്. അപ്പൊ പാണ്ഡവ പക്ഷത്തിൽ നിന്ന് മാത്രം ഉപദേശിക്കേണ്ട സാധനം അല്ല ഭഗവത്ഗീത. അത് ആർക്കും കൂടെ വേണ്ടിയുള്ളതാണ്. അത് കൗരവ പക്ഷത്തുള്ളവർക്ക്, ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഈ തേര് എവിടെ കൊണ്ട് നിർത്തേണ്ടതാണ്? രണ്ടിനെ നടുക്ക് നിർത്തേണ്ടതാണ്. കാരണം ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്. മേച്ച് റഫർ എവിടെ ഇരിക്കും? നടുക്കിരിക്കും. ഏതെങ്കിലും പക്ഷം ചേരോ? ഇല്ലല്ലോ. എന്നതുപോലെ ഈ ഭഗവത്ഗീത ഉപദേശിക്കാൻ പോകുന്നത് ആർക്കും വേണ്ടിയാണ്? കൗരവർക്കും പാണ്ഡവർക്കും ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. അപ്പൊ ഒരിക്കലും പാണ്ഡവ പക്ഷത്തിൽ നിന്ന് മാത്രമല്ല ഉപദേശിക്കേണ്ടത്. അതുകൊണ്ട് തേര് എവിടെ കൊണ്ട് നിർത്തേണ്ടതാണ്? അത് നടുക്ക് കൊണ്ട് നിർത്തേണ്ടതാണ്. പക്ഷെ അതിന്റെ നിർദ്ദേശം ആരാണ് നൽകിയിരിക്കുന്നത്? അർജുനാണ്. പക്ഷെ ഇത് ആരുടെ പ്ലാനാണ്? അപ്പൊ ഈ ലോകത്തില് ആര് എന്ത് തന്നെ ചെയ്താലും അത് യഥാർത്ഥത്തിൽ അത് ആരുടെ പ്ലാനാണ്? അത് ഭഗവാന്റെ പ്ലാനാണ്. അർജുനനാണ് നടുക്കൊണ്ട് നിർത്താൻ പറഞ്ഞെങ്കിൽ കൂടിയും, പക്ഷെ അത് യഥാർത്ഥത്തിൽ അർജുനെ കൊണ്ട് പറയിച്ച് അതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുത്തിരിക്കുകയാണ്? അർജുനന് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അത് ആരുടെ തന്നെ പ്ലാനാണ്? അത് ഭഗവാന്റെ തന്നെ. അതുകൊണ്ട് ലോകത്തിൽ നമുക്ക് എന്ത് തന്നെ സിറ്റുവേഷൻ സംജാതമായാലും നമ്മുടെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് നമ്മൾ അധികം ദുഃഖിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ ഭഗവാൻ തരുന്ന റിസൾട്ട് എത്ര കുറഞ്ഞത് പോയി എന്ന് തോന്നിയാലും നമ്മൾ സമ്മതിക്കണം. എന്താണ്? അത് ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഒന്ന്. ശരി. ഇനി തേർ നടുക്ക് കൊണ്ട് നിർത്തും. ഇനി ഗീത ഉപദേശിക്കുക. ഓക്കെ. ആ ഗീത ഉപദേശിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭഗവത്ഗീത ഞാനെന്ന് പറയുന്നത് നമ്മുടെ ഡിയർ ആൻഡ് നിയർ ഓൺസിന് കൊടുക്കണം. ഭഗവത്ഗീത ആർക്കുള്ളതാണ്? നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യേണ്ട ഒരു സാധനം. അതുപോലെ നമ്മുടെ ശത്രുക്കൾക്കും കൊടുക്കേണ്ട സാധനമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത നടുക്ക് ഉപദേശിച്ചത്. അർജുനന് വേണ്ടി മാത്രം ഉപദേശിച്ചാൽ അത് കൗരവർക്കും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് ആർക്കും എന്റെ സ്വത്തെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ പറ്റില്ല. അത് പണ്ടത്തെ കാലത്ത് ആര് ചെയ്തിരുന്നു? ബ്രാഹ്മണന്മാര് ചെയ്തിരുന്നു. ഇത് ആർക്കാണ്? ഇത് ബ്രാഹ്മണന്മാർക്ക് മാത്രമാണെന്നുള്ള രീതിയിൽ വൈദിക ശാസ്ത്രമൊന്നും വേറെ ആർക്കും കൊടുക്കാതെ അവരെല്ലാം അടക്കി വാണിരുന്നു, അല്ലെ? പക്ഷെ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത്, ക്ഷത്രിയത്വം എന്ന് പറയുന്നത്, വൈശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശുദ്രം എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനത്തിന് ആസ്പദമാക്കിയാണ്. പക്ഷെ അതിന് വിഭാഗിതയാക്കിയ ആൾക്കാർ മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഭഗവത്ഗീത ജ്ഞാനം ഒരേ സമയത്ത് ബ്രാഹ്മണർക്കും ആവശ്യമുള്ളതാണ്, ക്ഷത്രിയർക്കും ആവശ്യമുള്ളതാണ്, വൈശ്യർക്കും ആവശ്യമുള്ളതാണ്, ശുദ്രർക്കും ആവശ്യമുള്ളതാണ്. അതേപോലെ 4 ആശ്രമം എന്നുള്ളത് പോലെ 4 വർണ്ണങ്ങൾക്കും ആവശ്യമുള്ളതാണ്. 4 വർണ്ണ 4 ആശ്രമങ്ങളുള്ളത്. ഭഗവത്ഗീത ജ്ഞാനം ഒരേ സമയത്ത് തന്നെ ബ്രഹ്മചാരിക്കും ആവശ്യമുള്ളതാണ്, ഗൃഹസ്ഥനും ആവശ്യമുള്ളതാണ്, വാനപ്രസ്ഥനും ആവശ്യമുള്ളതാണ്, സന്യാസിക്കും ആവശ്യമുള്ളത് ഭഗവത്ഗീത. എന്നുവെച്ചാൽ ഒന്നുകൂടെ പറയാം, സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും ഭഗവത്ഗീത ഡെയിലി വായിക്കേണ്ടതാണ്. വീട്ടമ്മമാരായിരിക്കുന്ന, ഗൃഹസ്ഥരായിരിക്കുന്ന, ജോലിക്ക് പോകുന്ന അച്ഛനമ്മമാരായാലും, വീട്ടുജോലി ചെയ്യുന്ന അമ്മമാരായാലും, കല്യാണം കഴിഞ്ഞ ആൾക്കാരായാലും, മുതിർന്നവരായാലും, 18 വയസ്സിന് ശേഷമുള്ള ആൾക്കാരായാലും അവർക്ക് ഏതാണ് ആവശ്യമുള്ളത്? ഭഗവത്ഗീത സ്റ്റഡി, പഠനം ആവശ്യമുള്ളതാണ്.
ഇനി നമ്മുടെ അച്ഛനമ്മമാരുടെ പ്രായത്തിലുള്ള റിട്ടയർമെന്റ് ലൈഫ്, വാനപ്രസ്ഥം എന്ന് പറയുന്ന റിട്ടയർമെന്റ് ഹാൻഡ്, എനിക്കിനൊന്നും വേണ്ട എന്ന് പറയരുത്. അവർക്ക് എന്ത് വേണം? ഭഗവത്ഗീത ജ്ഞാനം വേണം. അവരും പഠിക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ്. സന്യാസി സർവതംഗ പരിത്യാഗി ആണെങ്കിൽ തീർച്ചയായും ഭഗവത്ഗീത ഉടനെ എടുക്കേണ്ടതാണ്, അല്ലെ? അവർക്കും വേണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഭഗവത്ഗീത നടുക്ക് കൊണ്ട് ഉദ്ദേശം മനസ്സിലായ? അത് ആർക്കും ഇല്ലാതെയല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് നടുക്കെടുത്ത് വെച്ചിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മള് നിങ്ങൾ പോയി നോക്കുമ്പോ ലുലു മാളിൽ പോകുമ്പോ ഫ്രണ്ടിൽ ഒരു ഷെഡ് കെട്ടി വച്ചിരിക്കുന്നുണ്ട്. എന്താണത്? ഇപ്പൊ പോയ കാണും. എന്താ? സ്കൂൾ പിള്ളേരുടെ ബുക്ക്, പേന, പെൻസില് എല്ലാം. അത് എന്താണ് നടുക്കെടുത്ത് വെച്ചിരിക്കുന്നത്? ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും എന്താ ആവശ്യമുണ്ട്? ഇവര് എല്ലാം വന്നോടെ ചോദിക്കുന്നത് ഇതാണ്. അത് ആദ്യമേ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്? ഫ്രണ്ടിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട, അല്ലേ? ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിരുന്ന അതിനർത്ഥം എല്ലാവർക്കും ആവശ്യമാണ് ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അതാ എന്നതുപോലെ ഭഗവത്ഗീത ഫ്രണ്ടിൽ എടുത്ത് വെച്ച് ഉപദേശിക്കാൻ പോവുകയാണ് പാണ്ഡവരുടെ, കൗരവരുടെ. അപ്പൊ ഇതിനർത്ഥം എല്ലാവർക്കും വേണ്ടി വയ്ക്കാം. ആർക്കൊക്കെ എടുക്കാം? ബുദ്ധിയുള്ള ആൾക്കാരെല്ലാം എടുത്തോളും. വിഡ്ഢികൾക്ക് മാത്രമാണ് ഇത് വേണ്ടത്. ബുദ്ധിയുള്ള സമസ്ത ആശ്രമവും സമസ്ത വർണ്ണത്തിലുള്ള ആൾക്കാർ എടുക്കാം. എന്റെ അപ്പൂപ്പൻ വയസ്സാം കാലത്ത്, ആദ്യം മുതൽ പറയാം, ഞാൻ ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ അച്ഛനും അമ്മയും പണ്ട് പറഞ്ഞു, ഇതൊക്കെ നീ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വായിച്ചാൽ. ഉടനെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് എടുത്തു കൊടുത്തു. അച്ഛൻ പറയും, നിങ്ങൾക്ക് പഠിത്തം കഴിഞ്ഞല്ലോ. അത് ഞാനിപ്പോ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിപ്പോ വേണ്ട. അപ്പൊ അത് പിന്നെ ആർക്കാണ്? അത് അപ്പൂപ്പന്റെ പ്രായമൊക്കെ ആയതിനു ശേഷം മതി. ഉടനെ ഞാൻ അപ്പുറത്ത് അപ്പൂപ്പൻ കിടപ്പുണ്ട്, ഞാൻ അപ്പൂപ്പന്റെ കൊണ്ടുകൊടുക്കും. അപ്പൊ ചോദിക്കുന്നത്, ഇനി തന്നെയാടാ എനിക്കെല്ലാം കഴിഞ്ഞിട്ടേ. അപ്പൊ ഞാൻ അപ്പൂപ്പൻ ഇത് ആർക്കുള്ളതാണ്? മനസ്സിലായ? നടന്ന സംഭവമാണ്. ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോ മാന്താൻ വന്നു. അപ്പൊ ഞാൻ അവരുടെ തന്നെ കൊടുത്തു. അത് അവർക്ക് വേണ്ട. അപ്പൊ അത് അവർക്ക് വെച്ചാൽ അത് അവർക്ക് മുകളിൽ അപ്പൂപ്പനെ കൊടുക്കണം. അപ്പോഴോട് അപ്പൊ എല്ലാ ജീവിതവും കഴിഞ്ഞ എനിക്കെന്തിനാണ്? മനസ്സിലായ? ഇതാണ് അവസ്ഥ. അപ്പൊ ഈ ഒരു കാലത്തും ആരും ഇതൊന്നും എടുക്കാൻ തയ്യാറല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശാസ്ത്രം പറയും പോലെ കൗമാരേ ആചരേ, കൗമാരത്തിലേ എന്ന് തുടങ്ങണം ഭഗവത്ഗീത ഭാഗവത പഠനം. കൗമാരപ്രായം, ഈ പ്രായത്തിൽ സ്റ്റാർട്ട്. യഥാർത്ഥത്തിൽ വയസ്സ് കൂടിപ്പോയി, 5 വയസ്സ് മുതൽ തുടങ്ങണം. 5 പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞിരിക്കുന്നത് 5 വയസ്സ് മുതൽ പിള്ളേർ എന്ത് പഠിക്കണം? ഭഗവത്ഗീത ഭാഗവതം പഠിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുകുലം ഉണ്ടാക്കണം. നിങ്ങളെല്ലാം മക്കളെ കൊണ്ടുവരൂ, ഭഗവത്ഗീത പഠിപ്പിക്കോ. വരില്ല. അത് ഒരു പ്രായം കഴിയുമ്പോൾ അങ്ങനെയാണ്, പിള്ളേർ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ആണ് നമ്മൾ ആദ്യം അത് ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള എഫോർട്ട് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വേറെ ആരും വന്നില്ലെങ്കിലും നമ്മളെങ്കിലും ഹാപ്പി ആയിരിക്കും. മനസ്സിലായോ? എനിക്ക് ഇതേ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് എന്നെ ഒരാൾ ഉപദേശിച്ചത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ദിവസങ്ങൾ പോവും, അല്ലെ? പാൽപായസം കിട്ടിയിരുന്നെങ്കിൽ കുടിക്കായിരുന്നു, പാൽപായസം കിട്ടിയിരുന്നെങ്കിൽ കുടിക്കായിരുന്നു, പാൽപായസം കിട്ടി നീ കുടി, അല്ലെ? അങ്ങനെ എന്നെ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പഠിക്കൂ, താങ്കൾക്ക് ഒരുപാട് പേരെ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ, എനിക്ക് പഠിക്കണമെന്നുണ്ട്, എന്നെ പഠിപ്പിക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു, പഠിപ്പിക്കാൻ ഇല്ലാത്ത സ്ഥലം ഇല്ലാത്തതല്ല, ഉള്ളത് നമ്മൾ കണ്ടെത്തി തപ്പിപ്പിടിച്ച് പോകണം. അതാണ് ബുദ്ധിമാൻ. അതിനുള്ള ബുദ്ധിഭാവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോഴാണ് ശരിയാണ്, മറ്റുള്ളവർ ലോകമൊക്കെ ഇങ്ങനെയാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിക്കാം. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. വിഷമമുണ്ട് മേഡം പറഞ്ഞ അതേ വിഷമം, ഹൃദയം വേദന എല്ലാം നമുക്കുണ്ട്. ഇത് എല്ലാ വൈഷ്ണവർക്കും ഉണ്ട്. കാരണം പല ദുഃഖിയാണ്, അവരെല്ലാം കഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. ഒരു വൈഷ്ണവ ഹൃദയത്തിന്റെ ആ ഒരു ലക്ഷണമാണത്. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാം. ഓക്കെ, അതാണ് ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എത്ര ദൂരമുള്ളവർക്കും ഇത് കേൾക്കാമല്ലോ. ഇപ്പൊ തന്നെ വരണം എന്നുള്ളവർക്ക് വേണ്ട. അതാണ് നല്ലത്. നന്നായിരിക്കും. മന്ത്രിയാവാൻ ഭഗവാൻ അനുഗ്രഹിക്കും കേട്ടോ. അതാ. അപ്പോ ഇനിയും ഈ ശ്ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. കാർമിക് റിയാക്ഷന്റെ ശക്തിയെ കുറിച്ചും എവരി ആശങ്ക ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നതിനെ കുറിച്ചും അച്യുതൻ ഭഗവാൻ ഒരാൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കർമ്മ ബാക്കേജ് അവർക്കുള്ളത് കൊണ്ടാണ് ആ സിറ്റുവേഷൻ അവർക്ക് പോസിറ്റീവായി നെഗറ്റീവായി വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചും ഒരു മനോഹരമായ ഒരു ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കഥ എനിക്ക് പറയാം. ഇന്നത്തേക്ക് സമയമുണ്ടോ? സമയമില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ രുചി താമസിപ്പാണ്. എന്തുകൊണ്ട് ധൃതരാഷ്ട്രർ ഇത്രയും കഷ്ടപ്പെട്ടു? അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ 100 മക്കൾ മരിച്ചു. ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതാണ് ഇതിന് പറ്റിയ കഥ.
അപ്പൊ അത് അടുത്ത പ്രാവശ്യം ഞാൻ വ്യക്തമായി ഒന്നുകൂടെ പറയാം. എത്ര പ്രാവശ്യം കേട്ടാലും നന്നായിരിക്കും, എത്ര പ്രാവശ്യം ഹരേ കൃഷ്ണ മാത്രം ജപിച്ചാലും രുചിയായിരിക്കും. ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് പറയാം. ഇത് ഇതിനു മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ പറയാം. കാരണം അതാ ച്യുതിയില്ലാത്തവനാണ് ഭഗവാൻ. ഭഗവാൻ ധൃതരാഷ്ട്രം ഇത്രയും കഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ കർമ്മഫലം അനുഭവിച്ചതാണ്, അല്ലാതെ ഭഗവാൻ അയാൾ കൂടുതൽ ദുഃഖം തന്നതല്ല. കാരണം അദ്ദേഹത്തിന് 100 പുത്രന്മാര് കൺമുമ്പിൽ മരിച്ചു. അപ്പൊ ചോദിച്ചു, ഒരാൾ മരിക്കുമ്പോൾ തന്നെ വേദനാജനകമാണ് അച്ഛനമ്മ. അപ്പൊ 100 പുത്രന്മാരും ഞാൻ കാണാൻ മരിക്കുമെങ്കിൽ ഞാൻ എന്തുമാത്രം വേദന അനുഭവിച്ചു, അത്രയും വേദന അനുഭവിക്കാൻ ഞാൻ എന്ത് പാവമാണ്? അത് ഈ ജന്മം ചെയ്ത പാവമാണോ? അല്ല. പൂർവ്വജന്മം ചെയ്ത പാവമാണോ? അല്ല. അപ്പൊ 5 ജന്മം ചെയ്ത പാവമാണോ? അല്ല. 10 ജന്മം മുമ്പ് ചെയ്ത പാവമാണോ? അല്ല. പിന്നെ എത്ര ജന്മം മുമ്പ് ചെയ്ത പാവമാണ്? 100 ജന്മം മുമ്പ് ചെയ്ത പാവം. അപ്പൊ 100 ജന്മം മുമ്പ് ഇദ്ദേഹം ഒരു 100 പുത്രന്മാരെ കൊന്നു ഒരാൾ. അതിന്റെ പാവമാണ് ഇദ്ദേഹത്തിന് അതേ വേദന അനുഭവിക്കണം എന്നുള്ളത്. അങ്ങനെ എങ്കിൽ പിന്നെ ഇന്നലെ ചെയ്ത കാര്യം എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാത്ത എന്നെ 100 ജന്മം മുമ്പ് ചെയ്ത പാവത്തിന്റെ പണിഷ്മെന്റ് തന്നിട്ട് എന്ത് ഗുണം? ഞാൻ മനസ്സിലാക്കണ്ടേ ഇന്ന പാവം ചെയ്തുകൊണ്ടാണ് ഇന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞത്? എനിക്ക് മനസ്സിലായാലല്ലേ ആ തെറ്റ് ഞാൻ ആവർത്തിക്കാതിരിക്കത്തുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയും, ശരിയാണ്, താങ്കൾക്ക് 100 പുത്രന്മാർ ഒരുമിച്ച് മരിക്കുന്ന ദുഃഖം അനുഭവിക്കണം എന്നുള്ള ഒരു പാവം നിങ്ങൾക്ക് ഉണ്ട്, ശരിയാണ്. പക്ഷെ 100 പുത്രന്മാർ ജനിക്കേണ്ട പുണ്യം എവിടെ? ഇതാണ് ചോദ്യം. നീ ചെയ്ത പാപം വെച്ച് 100 പുത്രന്മാർ പോയിട്ട് ഒരു പുത്രൻ പോലും ജനിക്കാനുള്ള പുണ്യം നീ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ 100 പുത്രന്മാർ ജനിച്ചാലല്ലേ ആ പണിഷ്മെന്റ് നിനക്ക് തരാൻ പറ്റത്തുള്ളൂ. നിനക്ക് ജനിക്കാനുള്ള പുണ്യം എവിടെയെന്ന് ചോദിച്ചു. അതാണ് ആ കാർമിക റിയാക്ഷന്റെ ശക്തി. അതുകൊണ്ട് നീ ആ ജന്മം ചെയ്ത പുണ്യം കൊണ്ട് നെക്സ്റ്റ് ബർത്ത് നിനക്ക് ഒരു പുത്രൻ ജനിക്കേണ്ട പുണ്യം നിനക്ക് ഉണ്ടായി. പക്ഷെ ആ ജന്മം നിനക്ക് പുത്രൻ ജനിച്ചില്ല. പകരം നീ ആ ജന്മം പുത്രനില്ലാത്തവനായി മരിക്കേണ്ടി വന്നു. പക്ഷെ ആ ഒരു പുത്രന്റെ പുണ്യം നിനക്ക് നെക്സ്റ്റ് ബർത്തിൽ നിന്നെ ഫോളോ ചെയ്യും. പക്ഷെ ആ ജന്മവും നിനക്ക് പുത്രൻ ജനിച്ചു. ആ ജന്മം നീ ചെയ്ത പുണ്യം കൊണ്ട് ഒരു പുത്രനും കൂടെ ഉണ്ടാവാനുള്ള പുണ്യം നിന്നെ നെക്സ്റ്റ് ബർത്തിലേക്ക് അക്കൂമുലേറ്റ് ചെയ്യും. അങ്ങനെ 2 പുത്രന്റെ യോഗമായി. അങ്ങനെ 100 ജന്മം കൊണ്ട് ചെയ്ത പുണ്യം കൊണ്ട് മാത്രമേ നിനക്ക് 100 പുത്രന്മാരുണ്ടാവേണ്ട പുണ്യം നിനക്ക് ഉണ്ടായുള്ളൂ. എന്നാണോ നിനക്ക് 100 പുത്രന്മാരുണ്ടാവേണ്ട പുണ്യം തികഞ്ഞത്, അന്ന് 100 പുത്രന്മാരും കൂടെ ചേർന്ന് ഇന്നത്തെ ഈ ജന്മത്തിൽ ഒരുമിച്ച് നിനക്ക് അത് അനുഭവയോഗ്യം വന്നപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് കോടിക്കണക്കിന് 100 ജന്മങ്ങൾക്ക് മുമ്പ് നിന്നെ ഫോളോ ചെയ്ത് ഇത്രയും ജന്മം പുറകെ നടന്നിരുന്ന അതേ പാപം നിന്നെ കയറി പിടിച്ചു. 100 പുത്രന്മാരും ഉണ്ട്. ഇപ്പം 100 പുത്രന്മാരും മരിച്ചുള്ള വേദന ഇയാള് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതേ വേദന ഇയാൾ അനുഭവിക്കാൻ ഇയാൾക്ക് യോഗമുണ്ട്, പാപയോഗം. ആ പാപം ആരെ പിടിച്ചു? ഈ പാപം 100 ജന്മം ആരെ ഫോളോ ചെയ്തു? ധൃതരാഷ്ട്രം ഫോളോ. അത് കേട്ടപ്പോ ധൃതരാഷ്ട്രം വല്ലതും പറയാനുണ്ടോ? പുണ്യം ചെയ്തവർക്ക് പുത്രൻ ജനിക്കൂ. നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് 100 പുത്രന്മാരും ഒരുമിച്ച് ജനിക്കേണ്ടി വന്നു. എന്നാണോ 100 പുത്രന്മാർ ഒരുമിച്ച് ജനിച്ചത്, നിന്റെ പാപം നിന്നെ പിടിച്ചോണ്ട് പോയി. ഇതിനകത്ത് എനിക്കെന്താ റോളെന്ന് ആര് ചോദിച്ചു? ഇത് കൃഷ്ണൻ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ആരും ഭഗവാന്റെ ശിക്ഷകളിൽ നിന്നോ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിന്നോ മുക്തരല്ല. പക്ഷെ അവരവരുടെ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് ആരുടെ കയ്യിലാണ്? അവരവരുടെ കയ്യിൽ. താൻ നിരന്തരം ചെയ്തിടുന്ന കർമ്മത്തിൻ ഫലം താൻ അനുഭവിച്ചിടുന്നേ വരൂ എന്ന് പറഞ്ഞത് ആരാണ്? കുന്ദനമാണോ? ആരാണ് പറഞ്ഞത്? കുന്ദനമാണോ? ആണോ? ജ്ഞാനപ്പാന പറയുന്നു. ആ ജ്ഞാനപ്പാന ഒരിക്കലും ഇസ്കോണിന്റെ ആൾക്കാർ എഴുതിപ്പിച്ചതല്ല. ആണോ? അത് ശാസ്ത്രത്തിലുള്ള തത്വശാസ്ത്രം കണ്ടറിഞ്ഞ് അദ്ദേഹം എഴുതി. ഇത് എല്ലാവർക്കും പറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, കഴിയുന്നത് നമ്മുടെ ജീവിതം ശാസ്ത്രം അനുസരിച്ച് ചിട്ടപ്പെടുത്താൻ സ്വയം ശ്രമിക്കണം. ച്യുതിയില്ലാത്ത അച്യുതൻ ആർക്കും ഒരു വിട്ടുവീഴ്ചയും തയ്യാറാവും. കാരണം അദ്ദേഹം ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ സർവീസ്? യമരാജന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. യമരാജന് ഒരു ക്വാളിറ്റി ഉണ്ട്, എന്നറിയാമോ? യമരാജൻ ആർക്കും കാരുണ്യം കൊടുക്കൂല. എന്ത് കൊടുക്കൂല? ബോഡി ഗാർഡായിട്ട് നിൽക്കുന്ന ആളിന് കാരുണ്യം ഉണ്ടെങ്കിൽ വല്ലതും നടക്കോ? അപ്പൊ അവിടെ കാരുണ്യമില്ലാത്ത ആളിനെ ആ പോസ്റ്റിന് കൊടുക്കാൻ പറ്റും. എന്നതുപോലെ യമരാജന് ആ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരുണ്യമില്ല, മുഖം നോക്കാതെ നീതി നിർവഹിക്കും. ശുദ്ധി ആർക്ക് പറ്റിയിട്ടില്ല? അച്യുതിന് പറ്റിയിട്ടില്ല. നല്ല ആളിനെയാണ് ആ സർവീസ് ഏൽപ്പിക്കുന്നത്. ഇതേ കറക്റ്റായിട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ മനുഷ്യന്മാർ അതിനാണ് തന്നിരിക്കുന്നത്. ഉത്തരാത്മനാത്മാന പറയൂ, ഉത്തര ആത്മനാത്മ. സ്വയം ഉദ്ധരിച്ച് സ്വയമേ ഉയർന്നു വരും. അതിനാകെ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഡ്രൈവിംഗ് സ്ക്രീനിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. നമ്മുടെ 24 മണിക്കൂറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. പക്ഷെ അത് ശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ ആണോ എന്ന് നമ്മൾ നോക്കിയാണ് ചെയ്യുക.
അപ്പൊ നമ്മളെ എപ്പോഴും നയിക്കേണ്ടത് ആരാണ്? ധർമ്മശാസ്ത്രം. ഓക്കെ, നമ്മൾ ഏത് കണ്ണുകൊണ്ടാണ് ഈ ലോകത്തിനെ നോക്കി കാണേണ്ടത്? ശാസ്ത്ര ചക്ഷുഷു. എന്താ? ശാസ്ത്രത്തിന്റെ കണ്ണുകളോടുകൂടി ഈ ലോകത്തെ നോക്കുക. ഓക്കെ, അപ്പൊ ഈ ഭഗവത്ഗീത ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. അതാണ് ഭഗവത്ഗീത നടുക്ക് കൊണ്ട് നിർത്തി പറഞ്ഞു. ഓക്കെ, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത കി ജയ്. സമയമായി അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പുനർജന്മത്തിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം, ഉറപ്പായിട്ടും. നല്ല ഒരുപാട് ശ്ലോകങ്ങൾ പുനർജന്മം ഉണ്ടോ ഇല്ല ഇതിന് എവിഡൻസ് തരുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ശ്ലോകങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം കേട്ടോ. പവർ പോയിന്റ് പ്രസന്റേഷൻ അടക്കം വേണമെങ്കിലും നമുക്ക് ചെയ്യും. ഉണ്ട്. നമുക്ക് കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതൊരു ചർച്ചയ്ക്ക് എടുത്താലേ അത് ക്ലാരിഫൈ ആവത്തുള്ളൂ. നമുക്ക് ഉറപ്പായിട്ടും അത് ചർച്ച ചെയ്യാം. നല്ലതാണ് കേട്ടോ. ശരി, അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് മതിയാക്കാം. പ്രസാദം ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ക്ലാസ് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അങ്ങ് അടുത്ത ആഴ്ച ക്ലാസ് വേണ്ട, നിങ്ങളെല്ലാം അങ്ങ് വരിക. എല്ലാവരും വരണം. സർട്ടിഫിക്കറ്റ് മേടിക്കുക, എല്ലാവരും വരണം. ശ്രദ്ധാവൻ സർട്ടിഫിക്കറ്റ്, ഒരു മാല ജപിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ്. ഇന്ന് എനിക്ക് എല്ലാവരുടെ പേരും തരണം, ഞാൻ എഴുതിയെടുക്കും. 11 മണിക്ക് അവിടെ വന്നാൽ മതി. ഉച്ചയ്ക്ക് 1 മണിക്ക് മതി. 11:30 ആയാലും കുഴപ്പമില്ല. 11:30 12 മണിക്ക് വന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ഒരു 1 മണി 1:30 ആഹാരം കഴിച്ച് നിങ്ങൾ തിരിച്ചു വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധാവാൻ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് തരുന്നത്. 1 മാല ജപിക്കുന്ന എല്ലാവർക്കും അതിന് അധികാരമുണ്ട്. അത് വാങ്ങിച്ചിട്ട് അടുത്ത 4 മാല എന്നുള്ള ലെവലിലേക്ക് പോകാൻ വേണ്ടിയുള്ള കുറെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും. അതൊക്കെ വായിച്ച് നിങ്ങൾ സ്വയമേ വളർന്നു വരും കേട്ടോ. ഓക്കെ, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. ഗൗരവ. താങ്ക് യു. ഇന്ന് ശ്രീരൂപ പത്മാവതി ദേവിദാസി മാതാജി ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഓൺലൈൻ ക്ലാസ് നമ്മൾ വലുതായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടില്ല, നേരിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ നടത്തുന്നത്. പിന്നെ ഓൺലൈനായിട്ടും കൂടെ ഇടുന്നേ ഉള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ മാതാജി അത് ആത്മാർത്ഥമായി തുടക്കത്തിൽ തന്നെ വന്നതിൽ വളരെ സന്തോഷം. സ്വാഗതമാണ്. എല്ലാ ക്ലാസ്സിലും വരും മാതാജി. ശ്രീമദ് ഭാഗവതം മോർണിംഗ് ക്ലാസ് ഇതേ ലിങ്കിൽ 8 മണി മുതൽ 9 മണി വരെ ഞായറാഴ്ചയുള്ള ബാക്കി ദിവസങ്ങളിലുണ്ട്. എല്ലാ ദിവസവും ഞായറാഴ്ച വൈകുന്നേരം 5 മുതൽ 5:45 വരെ ചൈതന്യ ചരിതാമൃതം ഇതേ ലിങ്കിലുണ്ട് ഞായറാഴ്ചയുള്ള ദിവസങ്ങളിൽ. മാതാജി ലോകത്ത് എവിടെയായാലും ദയവായി വരിക. ഓക്കെ, താങ്ക് യു മാതാജി. വളരെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.